ബിൽഡിംഗ് റൂളിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ വസ്തുതകൾ, അത് നമ്മൾക്കറിയാത്ത കുറെ വസ്തുതകളാണ് പറയാൻ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് റൂളിലുള്ള കുറെ സംഭവങ്ങളെ സാധാരണ ആളുകൾ അതിനെ നെവർ മൈൻഡ് ആക്കി വിടുന്നത് കൊണ്ട് ശ്രദ്ധിക്കാതെ പോവുകയും വലിയ വലിയ വീട് ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ സ്ക്വയർ ഫീറ്റിന്റെ വിഷയം ഉണ്ടാകുന്ന പ്രശ്നം അവിടെയാണ് സംഭവിക്കുക. ഞാൻ ഒരു പണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഉണർത്തൽ മാത്രം ഉണർത്തി പോയ ഒരു സംഭവത്തിന്റെ വിശദീകരണമാണ് നമ്മൾ ഈ തവണ നൽകുന്നത്. ഒരു സാധാരണ വരുന്ന 3000 സ്ക്വയർ ഫീറ്റിന് മേലെ വരുന്ന വീടുകൾക്ക് സ്ക്വയർ ഫീറ്റ് കുറച്ച് കാണിക്കാൻ അതിന്റെ ബിൽഡിംഗ് റൂളിനെ നമ്മൾ ആ റൂളിനെ അവലംബിച്ചുകൊണ്ട് തന്നെ നമ്മൾ തുറന്നു കൊണ്ടുപോവുകയാണ്. അല്ലാതെ റൂളിനെ നമ്മൾ മാറ്റം വരുത്തിയിട്ടല്ല, മറിച്ച് ആ റൂളിനെ അവലംബിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ്. സിറ്റ് ഔട്ട്, അതിന്റെ പേര് മാറ്റി വരാന്ത എന്നാക്കുക. അടുത്ത് വെക്കണം, ആശ്ചര്യം ഇപ്പോഴോ. അപ്പൊ ഏതായാലും അപ്പോ ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണ സമയത്ത് നമ്മൾ അതിന്റെ പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യണം. ഈ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ സിറ്റ് ഔട്ട് എന്നുള്ള പേര് മാറ്റി വരാന്തയാക്കുക. ഇങ്ങനെ വരാന്തയാക്കിയാൽ ആ വരാന്തയുടെ പകുതി അളവേ വേണ്ടു കാണിക്കുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ എന്തായാലും മൊത്തം ഏരിയയിൽ, ടോട്ടൽ ഏരിയയിൽ അതിന്റെ വരാന്തയുടെ പകുതി അളവേ കാണിക്കുന്നുണ്ടോ. ഒന്ന്. രണ്ടാമത്തതുപോലെ സ്റ്റെയർ കേസിന് ഒരു ഓട്ട എഴുതിയേക്കാം. സെൻട്രൽ കൂടെ ഇങ്ങനെ ഒരു റൗണ്ട് പോയ സ്റ്റെയർ കേസ് ആണെങ്കിൽ ആ റൗണ്ടിന്റെ സെൻട്രൽ ഭാഗം ഗ്യാപ്പായിട്ട് നിൽക്കൂലേ, താഴ്ന്ന് മേലേക്ക് കാണാൻ പറ്റുന്ന നിൽക്കുന്നത് ഓട്ട ഉണ്ടാവും. ആ ഓട്ടയെ വോയിഡ് എന്നാണ് പറയാ. വോയിഡ് ബിലോ അല്ലെങ്കിൽ വോയിഡ് എബോ എന്നുള്ള ആ വോയിഡ്, സ്റ്റെയർ വോയിഡ് എന്നുള്ള സിറ്റ് ഔട്ടിനെ നേരെ ചേഞ്ച് ചെയ്ത് പേര് മാറ്റി വരാന്ത എന്നാക്കുക. അതുപോലെ തന്നെ ഈ വോയിഡിനെ വോയിഡ് ആക്കി മാറ്റാം. VOID ആണ് സ്പെല്ലിങ്. അപ്പൊ ആ വോയിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വോയിഡും ഇതേപോലെ വോയിഡിന്റെ അളവ് എന്തിൽ വേണ്ട, ഈ ബിൽഡിങ്ങിന്റെ ഏരിയയിൽ വേണ്ട. അതേപോലെ പിന്നൊരു സാധനമാണ് ജനറേറ്റർ റൂം. നമുക്ക് സാധാ വീട്ടിൽ എന്ത് ചെയ്യാം, ജനറേറ്റർ റൂം കാണിക്കാം. അത് നമുക്ക് വീണ്ടും പിന്നീട് എന്താ ഷോറൂമോ വേറെന്താ റൂം ആക്കാലോ, മാറ്റാം. ജനറേറ്റർ റൂം അതിനെന്ത് വേണ്ട, അതിന് ഏരിയ കാണിക്കണ്ട. മൂന്നാമത്തെ വേറെ സാധനമാണ് ഇലക്ട്രിക് റൂം. ഈ ഇലക്ട്രിക് റൂമിന് എന്ത് വേണ്ട, അതിന്റെ ഏരിയ കാൽക്കുലേഷനിൽ ബിൽഡിങ്ങിന്റെ ഏരിയയിൽ അത് പെടുന്നതല്ല. അപ്പൊ ഇങ്ങനെയുള്ള, പിന്നെ അത് കൂടാതെ ഉണ്ട് ഷാഫ്റ്റുകൾ, അതായത് നമ്മളെ എന്താ പറയാ പമ്പിങ് ഷാഫ്റ്റുകൾ ഒക്കെ വരുന്ന ഷാഫ്റ്റ് ഉണ്ടാവും. ആ ഷാഫ്റ്റുകൾക്കൊക്കെ എന്ത് വേണ്ട, അതൊന്നും ഈ അളവിനകത്ത് പെടില്ല. അങ്ങനെ അത്ര ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ചുരുങ്ങിയത് നമുക്ക് എന്താക്കാം, മുകളിലെ ബാൽക്കണി അത് കുറക്കാം. അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. ഈ നമ്മൾ വരാന്ത ഉണ്ടാക്കിച്ചോ, ഈ വരാന്ത ഉണ്ടാക്കുമ്പോൾ 1.5 മീറ്റർ മാത്രമേ വലിപ്പമുള്ളൂ വരാന്തയ്ക്ക്. അത് താഴത്താണെങ്കിലും ഇനി മേലത്താണെങ്കിലും. അതിനെന്ത് വേണ്ട, അതിന് നമ്മൾ ഒരിച്ചിലും കാണിക്കാൻ വേണ്ട. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വരാന്ത എന്നുള്ള പേര് കൊടുക്കുമ്പോൾ വരാന്തയുടെ 3 ഭാഗവും ഓപ്പൺ ആയിരിക്കണം. പേര് കൊടുക്കുമ്പോൾ മിനിമം 3 അല്ലെങ്കിൽ 2 ഭാഗമെങ്കിലും ഓപ്പണിംഗ് ആയിരിക്കണം. അതായത് 2 ഭാഗം, അതായത് എല്ലാ ഭാഗവും ചുമര് വെച്ചിട്ട് വരാന്ത പേര് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം മൂട്ടാതെ വരാന്ത പേര് കൊടുക്കാൻ പറ്റില്ല. മറിച്ച് വരാന്ത പേര് കൊടുക്കുമ്പോൾ മിനിമം 2 ഭാഗമെങ്കിലും ചുമര് വെക്കാത്ത രൂപത്തിലായിരിക്കണ്ട. ആ പ്ലാൻ വരക്കുമ്പോൾ അങ്ങനെ വരക്കാൻ പാടുള്ളൂ. പോർച്ച് അളവ് പെടില്ല. ഇപ്പം സാധാരണ അങ്ങനെയല്ല ചെയ്യണം. ആളുകളൊക്കെ എന്ത് ചെയ്യണം, പോർച്ച് അളവപ്പെട്ട്, വരാന്ത അളവപ്പെട്ട്, മറ്റേത് ആ വോയിഡുള്ള അത് അളവപ്പെട്ട്, ഇനി മുകളിലേക്കുണ്ട് അത് അളവപ്പെട്ട്, ഇങ്ങനെയൊക്കെ പെടുത്തിയിട്ട് പ്ലാനം കൊടുക്കും. അപ്പൊ ബിൽഡിങ്ങിന്റെ ഏരിയ എത്ര ഏരിയ ബിൽഡിങ്. അപ്പൊ അതനുസരിച്ച് ഈ പാവപ്പെട്ടവൻ അതിന് ടാക്സ് കെട്ടണം, മറ്റു വിഷയങ്ങൾ കെട്ടണം, ഒക്കെ അതിനനുസരിച്ച് അവരാണ്. വില്ലേജിൽ ഒരു ഓഫീസ് വന്നാൽ പോലും ഈ സംഭവം എങ്ങനെ കാണിച്ചിരിക്കുക, എങ്ങനെ ഈ ഇതുണ്ടോ, ഇത് മൊത്തം നിങ്ങൾ ഇത്ര വീതി ഇത്ര അവിടെ ഇത്ര വെച്ചോ. അതുപോലെ നമ്മൾ വർക്ക് ഏരിയ ഉണ്ടാക്കി ചില ആളുകൾ വർക്ക് ഏരിയ ഉണ്ടാക്കിയിട്ടില്ല, അതിന് കാലൊന്നും ഉണ്ടാവില്ല. ഈ കാലൊന്നും ഇല്ലാത്ത വർക്ക് ഏരിയ പകുതി ഏരിയ കാണിച്ചാൽ മതി. കാലില്ലാത്ത വർക്ക് ഏരിയ പകുതി കാണിക്കണ്ടോ, ഇച്ചിരി കാലില്ലെങ്കിൽ അതിലൊന്നും കാണിക്കണ്ട. കാലിന് സംഭവം തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ പോർച്ച് പോലെ ഇങ്ങനെ ഒരു കാൻലിവർ വാങ്ങി തള്ളിയിട്ടേക്കാണെങ്കിൽ അതിനെന്തില്ല, ആ ഏരിയ കാട്ടെന്ന് വേണ്ട. ഇങ്ങനെയൊന്നും അറിയാതെ എന്ത് ചെയ്യണത്, നമ്മുടെ ആളുകൾ ഏരിയ കൂട്ടി. അപ്പൊ ഈ ഏരിയ കൂട്ടുന്നതുകൊണ്ട് 3000 സ്ക്വയർ ഫീറ്റ് തന്നെ കുറയാൻ മാത്രമല്ല, സാധാരണ ചെറിയ വീട് 1500 വെച്ചുകൊണ്ടേയും കുറയും. പോർച്ച് ഏരിയ, മറ്റേ ഏരിയ, മറ്റേ സാധനം ഇത്ര ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ 1500 വീട് വെച്ചാൽ മാത്രമല്ല, ചെറിയ വീട് വെച്ചുകൊണ്ട് പോലും ടാക്സ് അപ്പൊ കുറയും അവിടെ.
അല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്നും അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ സാധാരണ അറിയുന്ന ഒരാളെ അതാ ഞാൻ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കാറുള്ളത് എന്താണ്, നിങ്ങൾ അറിയുന്ന ഒരാളെ സമീപിക്കണം എന്തിനും. നല്ലോണം അറിയുന്ന ഒരാളെ. ചിലപ്പോൾ അയാൾക്ക് ചില പൈസ കൂടും, ചിലപ്പോൾ അയാളെ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ചെല്ലുമ്പോൾ കിട്ടിക്കോളൊന്നുമില്ല, ചിലപ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ അന്ന് അറിയുന്ന ഒരാളെടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിതകാലം വരെ ഉണ്ടാക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന ഒരു വീടിന് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തായിക്കോട്ടെ അതിന്റെ ഒരു പൂർണ്ണത രൂപത്തിലെത്തണമെങ്കിൽ ആ അറിവുള്ളവന്റെ അടുത്ത് അത് ഒരു നിലക്കും സാധിക്കൂല. ഞാൻ ഞാൻ മാത്രം അറിവാണെന്ന് നിങ്ങൾ ചോദിക്കണം, അങ്ങനെ ചോദിക്കണം. ഞാൻ പലപ്പോഴും എടുത്തു പറയാറുള്ളതാണ്. ഷെമീർ മാത്രമല്ല അറിവുള്ള ആളുകൾ, ഒരുപാട് നല്ല അറിവുള്ള നല്ല ആളുകളുണ്ട്. സുന്നത്യമായതിന്റെ ആളുകളുണ്ട്, ഇനി അല്ലാത്ത ആളുകളുണ്ട്, ഒക്കെയുണ്ട് നല്ല ആളുകൾ. എന്നാൽ അതുപോലെ തന്നെ മോശമായ ആളുകളുണ്ട്. പക്ഷെ എന്തായാലും അറിവിന്റെ അല്ലെങ്കിൽ അറിവുള്ള ആളുകളാണ് ഏറെ. അപ്പൊ നമ്മൾ അവരെ കണ്ടുപിടിച്ച് നമ്മൾ അവരെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ആ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിഹരിച്ചു തരാൻ പറ്റും. പലപ്പോഴും ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആ വീട് വർക്ക് ഏരിയ ഉണ്ടാക്കി മാത്രമല്ല എന്നോട് പറഞ്ഞ് ഇത് ആദ്യം എന്നോട് ഫസ്റ്റ് തന്നെ മുഖവരി ഇതാണ്: നിങ്ങൾ എന്നെ ഒന്നും പറയരുത്, ആദ്യം ഞാൻ ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടി സമീപിച്ചത് ഒരു വഹാബിയായ എഞ്ചിനീയർ അടുത്താണ്. അപ്പോ എന്താണ് സംഗതി, മൂപ്പര് വഹാബി ആയതുകൊണ്ടല്ല, നമ്മുടെ ആശയം നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാത്തതുകൊണ്ടാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകേണ്ടതെന്ന് നമ്മൾ പറയാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ അവരോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവരാ രൂപത്തിൽ അവർക്ക് ചെയ്തു തരാൻ കഴിയും കൂളായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒരു അറിവ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾ നോട്ട് വെച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഏതായാലും അപ്പോ ഇത്തരമുള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. ഒരുപാട് ആളുകൾ PM പഠിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സുഹൃത്തുക്കളോട് എന്തായത് PM അത്യാവശ്യമായി മാത്രം അടിക്കുക. ചോദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ പാടില്ല, PM അടിക്കരുത്. അത് നമുക്ക് മൈക്ക് എടുത്തിട്ട് ചോദിക്കണം. അതാണ് നമ്മുടെ മൈക്ക് എടുത്ത് ചോദിക്കണം. അതാണ് നമ്മുടെ ക്ലാസിന്റെ റൂമിന്റെ മര്യാദ. അപ്പൊ നമ്മൾ ആ മര്യാദ കീപ്പ് ചെയ്ത് അങ്ങനെ പോകുവാനേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മൈക്ക് എടുത്തിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കണം എന്ന് ചോദ്യകർത്താക്കളോട് ഉണർത്തുന്നു. അല്ലാതെ പബ്ലിക്കിനായിട്ടോ ഇനി അല്ലാതെ എനിക്ക് PM ആയിട്ടോ എന്ത് ചെയ്യണ്ട, അടിക്കണ്ട. ഞാൻ DND ഇടൂല. കാരണം വെച്ചാല് അത് ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ എന്താക്കിയിട്ടില്ല, അങ്ങനെ DND ഇട്ടിട്ട് ഇരിക്കുന്ന സ്വഭാവ രീതി നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ചെയ്യുകയില്ല. അപ്പൊ DND ഇടാനല്ല, പക്ഷെ ആളുകൾ അവര് നിങ്ങളെ കുറിച്ച് ബോധവാനാക്കാനാണ്. അല്ല, 90% ആളുകൾ പറഞ്ഞു തരില്ല എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. കുറെ ആളുകൾക്ക് 90% പറയാനല്ല, ഒരു കുറച്ച് ആളുകൾക്ക് എന്തില്ല, അവർ ഈ കിതാബ് വാങ്ങി വായിച്ചിട്ടേ ഉണ്ടാവില്ല. കിതാബ് വാങ്ങി വായിച്ച മാത്രമല്ല, ഇത് വായിച്ചാൽ തിരിയും വേണ്ടേ. അതായത് ഈ മുനിസിപ്പാലിറ്റിന്റെ റൂള്, കേരള മുനിസിപ്പൽ റൂള്, KBR എന്ന് പറയാം. ആ KBR വാങ്ങി വായിച്ച് അവർക്കത് മനസ്സിലാക്കി അത് ഇന്നതാണെന്ന് വേറെ തിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ സംഭവം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ തരത്തിലൊക്കെ ഉണ്ടാവുന്നത്. അതേപോലെ നമ്മളൊരു വീടിന്റെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി, ഈ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി നമുക്ക് ഇതിന് കൂളായിട്ട് അണ്ടർഗ്രൗണ്ട് ആയി എന്ന് പറഞ്ഞ് കാണിക്കാം. ഈ അണ്ടർഗ്രൗണ്ട് അത് കാണിച്ചിട്ട് അതിന് നമുക്ക് എന്തൊക്കെ പോർച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വെറുതെ ഞാൻ ഫ്രീ ആക്കിയിട്ടു എന്ന് വരച്ച് കാണിച്ചാലും എന്താണ്, അത് നമ്മൾ ബിൽഡിങ്ങിന്റെ ഏരിയ കാണിക്കണ്ട. ചില ഭാവങ്ങളൊക്കെ പെടുന്നത് അങ്ങനെയാണ്. ഇന്റെ പോലെ എത്ര 4000 സ്ക്വയർ ഫീറ്റ് അങ്ങനെ പറ്റും സംഗതിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ 4000 സ്ക്വയർ ഫീറ്റിന് നമ്മൾ ടാക്സ് കെട്ടണം. ആ കെട്ടേണ്ട അവസ്ഥ വരുന്ന ഒന്ന് ഇങ്ങനെയാണ്. ഈ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ചിലപ്പോൾ പാവങ്ങള് വീടിന്റെ താഴത്തേക്ക്, റോഡിന്റെ താഴത്തേക്കൊക്കെ ആയിരിക്കും. അത് ചെയ്തിട്ട് അതിന് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മള് ഈ ഇത്രയും വലിയ ഒരു എമൗണ്ട് ഗവൺമെന്റിലേക്ക് കിട്ടണത്. ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വളരെ സിമ്പിൾ ആയാൽ എന്നാൽ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരുപാട് കുറെ വിഷയങ്ങളാണ് അതിപ്പോ ഈ പറഞ്ഞ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. ഏതായാലും അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടെ പറയട്ടെ. നമ്മൾ ചില വീടുകൾക്ക് കാണാം 3ാമത്തെ നില മേലേക്ക് ഉണ്ടാക്കുന്നത്. ഈ 3ാമത്തെ നില മേലേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് ആ റൂഫിന് നമ്മള് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം, ഇല്ലാത്ത റൂഫാണ് ചെയ്തത്. അതിനും അളവ് കാണിക്കണ്ട. അത് മഴ സംഭരിക്കാൻ പറ്റും, അല്ലെങ്കിൽ മഴ കൊള്ളാതെ മുകളിൽ ലീക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഗാർഡ് റൂഫ് എന്നുള്ള നിലക്ക് റൂഫായിട്ട് കാണിച്ചാൽ അതിന് അവിടെയും ഈ അളവുകളൊന്നും കാണിക്കണ്ട, കൂളായിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ബിൽഡിങ്ങിന്റെ ഏരിയ കാൽക്കുലേഷനിൽ വരുന്ന കുറെ വരാത്ത സംഭവങ്ങൾ,
പിന്നെ ഒരു സംഭവമാണ് അതിൽ ഈ ഏരിയ കാണാം, കാർപ്പറ്റ് ഏരിയ, അതേപോലെ പ്ലിന്ത് ഏരിയ, പ്ലോട്ട് ഏരിയ, ബിൽട്ടപ്പ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ സംഭവങ്ങളുടെ ഡിഫറൻസ് എന്താണെന്ന് അത് നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ നമ്മൾ അത് മനസ്സിലാക്കി വെച്ചാൽ എന്താവും, ആ കറക്റ്റായിട്ട് നമുക്ക് ഈ വരുന്ന എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ആരാണെങ്കിലും അവർക്ക് പറയാൻ കൊടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സംഭവമാണ് ഇത്രയും സംഭവങ്ങൾ. സിമ്പിളായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിതൊക്കെ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്ക് നല്ല രസമുള്ള വലിപ്പമുള്ളതല്ല നല്ല സുഖമായിട്ടുള്ള പ്ലാൻ വരച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് എന്താക്കാം, അത് വെച്ച് നിങ്ങൾക്ക് കാരണം നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് ജീവിതകാലം മുഴുവൻ വരയ്ക്കലാണ്. ചില ആളുടെ ധാരണ ഒന്ന് പ്ലാൻ മാറ്റി വരച്ചാൽ ഞാൻ പറച്ചോനെ ഇത് ഇടങ്ങേറിപ്പോ തന്നെ ആയല്ലോ, ഒരു ഏനക്കേടായല്ലോ, പ്ലാൻ ഒന്ന് മാറ്റി വരയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചുമരൊന്ന് മാറ്റിയിടുക. കാരണം ആ ഭാഗം ഒന്നുകൂടി പറയണ ഒന്നുകൂടി പറയണ ആ ഭാഗം ഒന്നുകൂടെ മനസ്സിലാകാത്ത ആള് ഉണ്ടോ? ഒന്നുകൂടി പറയണ. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ മൂന്നാല് ആളുകളെ ആയിക്കോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഭാഗം ബിൽഡിങ്ങിന്റെ ഏരിയയിൽ വരാത്ത, അതായത് ഏരിയ കാൽക്കുലേഷനിൽ വരാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ ഈ നമ്മുടെ ക്ലാസ്സിൽ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞു വന്നത്. ഏരിയ കാൽക്കുലേഷനിൽ ഏതൊക്കെ ഏരിയകൾ വരുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് 1-ാം നമ്പറായിട്ട് വരാത്തതാണ് സിറ്റ് ഔട്ട് എന്നുള്ള സാധനത്തിന്റെ പേര് നമ്മൾ മാറ്റി അതിനെ വരാന്ത എന്നാക്കി മാറ്റണം. സിറ്റ് ഔട്ടിനെ നമ്മൾ നേരെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ വരാന്ത എന്നാക്കുക. അപ്പൊ വരാന്തയാക്കിയാല് ഈ വരാന്തയുടെ പകുതി ഏരിയ മാത്രമേ നമ്മുടെ മൊത്തം ടോട്ടൽ പ്ലിന്ത് ഏരിയയിൽ നിന്ന് കാണിക്കേണ്ടതുള്ളൂ. കാരണം മൊത്തം ടോട്ടൽ കാൽക്കുലേഷൻ നമ്മൾ കാണിക്കുമ്പോൾ തന്നെ ഈ കാൽക്കുലേഷൻ ഒരു ചാർട്ട് ഉണ്ടാക്കുക. ആ ചാർട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പ്ലിന്ത് ഏരിയ, അതിനകത്ത് ഡിഡക്ഷൻ ഇത്ര, വരാന്ത എത്ര, വരാന്ത എത്ര ഡിഡക്ഷൻ, അതിന്റെ പൈസ കഴിക്കുക. 1. രണ്ടാമത്തെ ഡൈനിങ് ഹാളിന്റെ ഉള്ളിൽ എന്തിനാവും ഒരു ഓപ്പണിംഗ് ഉണ്ടാവില്ലേ, ചില ഉണ്ടാവും, മിക്കവാറും റൗണ്ട് ആയ കോണി ഉണ്ടാവും, ചില സ്ക്വയർ ആയിട്ടുള്ള കോണി ഉണ്ടാവും. സാധാരണ നമ്മൾ ഇങ്ങനെ കയറി ഒരു ഭാഗത്ത് കയറി ഒരു ഭാഗത്ത് ഇറങ്ങുന്ന കോണില്ല, അത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്നാണ് സാധാരണ അതിന്റെ ടെക്നിക്കൽ ടൈം പറയുക. ആ കോണി അല്ലാതെ സെന്റർ ഭാഗം ഓപ്പൺ ആയി വരുന്ന റൗണ്ടിലോ ഇനി അല്ലെങ്കിൽ ചതുരത്തിലോ അങ്ങനെയൊക്കെയുള്ള ആ സ്റ്റെയറിന്റെ സെന്റർ ഭാഗത്തെ ഓട്ട എന്തിനാ അളവിൽ വരില്ല. അപ്പൊ അതും നമുക്ക് എന്താക്കാം, അതും ഈ അളവിൽ നിന്ന് ഡയറക്ഷനായിട്ട് കാണിച്ചിട്ട് അതും കുറയ്ക്കാം. പിന്നെ 3-ാമത്തെ സംഭവമാണ്, നമുക്ക് വലിയ വീടുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതില് ഒരു കൊടുക്കുക, ഒരു ജനറേറ്റർ റൂം കൊടുക്കുക. വോയിഡ് ഒരു ജനറേറ്റർ റൂം കൊടുക്കുക. അപ്പൊ ജനറേറ്റർ റൂം കൊടുത്താൽ ജനറേറ്റർ റൂമിൽ എന്ത് ചെയ്യണ്ട, അത് ബിൽഡിങ്ങിന്റെ ഏരിയയിൽ കാണിക്കണ്ട. 3-ാമത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പിന്നെ അതേപോലെ നമ്മൾക്ക് അതിനകത്ത് കാണിക്കാൻ പറ്റുന്ന വേറെ സാധനമാണ് ഇലക്ട്രിക് റൂം. ഇലക്ട്രിക് റൂം കാണിച്ചാൽ എന്തിണ്ട, സ്പെല്ലിങ് തെറ്റാണ് കേട്ടോ. ഇലക്ട്രിക് റൂം അതിനെന്ത് ചെയ്യണ്ട, അതിന് നമുക്ക് അളവ് കാണിക്കണ്ട. പിന്നെ 3-ാമത്തെ വേറെ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വരാന്ത തന്നെ നമുക്ക് എന്താക്കാം, വരാന്തയെ തന്നെ നമുക്ക് 2 രൂപത്തിൽ കാണിക്കാം. അത് 1.5 മീറ്ററിൽ താഴത്തുള്ള വരാന്തയാണെങ്കിൽ എന്ത് വേണ്ട, അതിന് അളവ് കാണിക്കന്നെ വേണ്ട. 3 ഭാഗം ഓപ്പണിംഗ് ആയ 1.5 മീറ്ററിൽ താഴെയുള്ള വരാന്ത. ഫില്ലർ വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഫില്ലർ വെച്ച പ്രശ്നം ആരും വിചാരിക്കണ്ട, ഫില്ലർ വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. അതിൽ കുറവുള്ള വരാന്ത. അപ്പൊ ആ വരാന്തയ്ക്ക് എന്ത് വേണ്ട, ആ വരാന്തക്കും ഇത് സംഭവം കാണിക്കണ്ട. അപ്പൊ ഇത് കാണിക്കാതെ നമുക്ക് കൂളായിട്ട് ഇത്തരം വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാം. അതേപോലെ മേലേക്ക് ഉണ്ടാക്കുന്നതോ ആ 3-ാമത്തെ പമ്പ് ഹൗസ് വീടിന്റെ ഉള്ളിൽ വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പമ്പ് ഹൗസ് വീടിന്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ വിഷമാണ്. പക്ഷെ പമ്പ് ഹൗസ് കൊടുക്കാം, പക്ഷെ അങ്ങനെ കാണിക്കൽ സാധാരണ ഇല്ല. കാരണം പമ്പ് ഹൗസ് വീടിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. കാരണം കിണറോ മറ്റോ എന്തുണ്ടെങ്കിൽ അതിനോട് ചേർത്താണ് പമ്പ് ഹൗസ് സാധാരണ വെക്കുക. മാത്രമല്ല ഒരു റെസിഡൻഷ്യൽ ആവശ്യത്തിന് പമ്പ് ഹൗസ് വെക്കാൻ പറ്റില്ല. ഇനി അല്ലാതെ നമ്മൾ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് പമ്പ് ഹൗസ് നമുക്ക് വെക്കുകയാണെങ്കിൽ അതിന് അളവ് കാണിക്കണ്ട. അതേപോലെ പമ്പിങ് സാനിറ്ററി ഷാഫ്റ്റുകൾ, സാനിറ്ററി ഷാഫ്റ്റിന് എന്ത് വേണ്ട, അത് വേണ്ട. പിന്നെ വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകൾക്ക് ചൂട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. ചൂട്ട് എന്ന് പറഞ്ഞാല് അട്ടത്തിന് ഏരിയ കാണിക്കണ്ട. അപ്പൊ ഏതായാലും എന്ത് ചെയ്യണ്ട, ഇത്തരം സംഭവങ്ങളൊന്നും നമുക്ക് ഇതിന്റെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് കാണിക്കേണ്ട കാര്യമില്ല. ചൂട്ട് എന്ന് പറഞ്ഞ സംഭവം മനസ്സിലായ വലിയ ബിൽഡിങ്ങുകൾക്ക് കാണുന്ന സംഭവമാണ് ചൂട്ട്. വർക്ക് ഏരിയക്കകത്ത് 3 ഭാഗം ഫില്ലർ ഇല്ലാതെ നമ്മൾ ക്യാൻഡിലുകൾ നിർത്തുന്ന വർക്ക് ഏരിയ ആണെങ്കിൽ അതിനൊന്നും ചെയ്യണ്ട, അതിന് ഏരിയ കാണിക്കുക തന്നെ വേണ്ട.
ഫില്ലർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ആയിട്ടാണ് ഇടുന്നത്, ഗ്രിൽസ് വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ പകുതി ഏരിയ കാണിച്ചാൽ മതി. ഫില്ലർ ഉണ്ട് പക്ഷെ ചുമര് കെട്ടാൻ പാടില്ല, ചുമര് കെട്ടിയാൻ പറ്റില്ല. ചുമര് കെട്ടാതെ 3 ഏരിയ, അതായത് 3 ഭാഗം ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു വർക്ക് ഏരിയ, അതായത് ഫില്ലർ കെട്ടിയിട്ടുണ്ട്, തട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, ബാക്കി ഗ്രിൽസ് ഇട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി ഏരിയ കാണിക്കണ്ടു. അതിന് ടാക്സ് നമ്മൾ അടയ്ക്കണ്ടുള്ളൂ, അല്ലാതെ ഒരു പൈസയും നമ്മൾ ടാക്സ് അടയ്ക്കണ്ട. അതിന്റെ ബിൽഡിംഗ് റൂൾ നമ്പർ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ അത്യാവശ്യമുള്ള ആളുകൾക്ക് നമുക്ക് റൂൾ നമ്പർ, ഇത്ര റൂൾ നമ്പർ അങ്ങനെ ആ റൂൾ നമ്പർ കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇതിപ്പോ കാണാതെ പറയാൻ എനിക്കറിയില്ല, 1:32 അങ്ങനെ കാണാതെ എനിക്കറിയില്ല പറയാൻ ഏതൊക്കെയാണ്. അപ്പോ അങ്ങനെ നമ്മൾ ആ റൂൾ നമ്പർ അടക്കം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താക്കാം, അവർക്ക് ഒരു നിലക്കും ഇഷ്ടം ചോദിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ആ കപ്പാസിറ്റി ഇല്ലാതെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സംഭവങ്ങൾ കൊടുക്കുമ്പോൾ ആ വിഷയം തീരുമാനമായി. അപ്പൊ ഇത് നിങ്ങൾ ഈ വിഷയങ്ങൾ നിങ്ങളെ കൺസൾട്ടന്റ് ആരാണോ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ വിഷയങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി അവർക്ക് ഈ വിഷയം അവരനുസരിച്ച് പ്ലാൻ വരച്ച് അതിന്റെ ഏരിയ കാൽക്കുലേഷൻ ചെയ്തിട്ട് കൊടുക്കാനും അത് ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. ഏതായാലും അങ്ങനെ ഉണർത്തുന്നു. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ അപ്പൊ എന്ത് ചെയ്യാം, ഇനി സംശയമുള്ള ആളുകൾക്ക് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് റൈസ് ഹാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റൈസ് ഹാൻഡിലുള്ള ആളുകൾക്ക് മൈക്ക് വിട്ട് വിഷയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ് എന്നുണർത്തുന്നു. ഇനി മറ്റ് വിശദീകരിച്ച ക്ലാസ്സുകളൊക്കെ ബിൽഡിങ്ങിന്റെ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അത്രയും സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കാൽക്കുലേഷനെ കുറിച്ച്, കാൽക്കുലേഷനിൽ വരേണ്ട കുറെ ടെക്നിക്കുകളെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്ന് ഓർക്കുന്നു. ഞാൻ നമ്മുടെ സംശയമുള്ള ആളുകൾക്ക് വേണ്ടി മയക്കി വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അറിവില്ലാതൊക്കെ അറിവാക്കന്മാരോട് ചോദിച്ചു കൊൾവീരെ എന്നല്ല പറഞ്ഞത്, അങ്ങനെ ചോദിക്കാണ്. ഈ വലിയ വീടുകൾക്കൊക്കെ ഏണി, നിങ്ങളുടെ ഭാഷയിൽ കോണി വെക്കുകയാണെങ്കിൽ അതിനൊത്തിരി കോണി വെക്കും. പക്ഷെ ചെറിയ വീടുകൾക്കാവുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് കയറിയിട്ടുള്ള കോണിയാകുമ്പോൾ കുറെ സ്ഥലം മുടങ്ങുകയും അവിടുന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും. ചില ആൾക്കാർ അവിടെ ഒരു വാശവേഷോ മറ്റോ വെക്കാറുണ്ട്, അത്രമാത്രം. അതിന് പകരം ഈ റൗണ്ടിൽ ഒരു ഏണി ഉണ്ടാക്കാറുണ്ട് പഴയ കാലത്ത്. അത് സ്റ്റീലിന്റെയും മറ്റും പുതിയ രീതിയിലുണ്ട്. നിങ്ങൾ മാലിക്കുദ്ദീനാർ പള്ളിയിൽ പോയാൽ, കാസർഗോഡ് മാലിക്കുദ്ദീനാർ പള്ളിയിൽ അത് കാണാം. ഇല്ലെങ്കിൽ ഷെയ്ഖ് ഈസാ മാനന്റെ ദുബൈയിലത്തെ പരയിൽ പോയാലും ഇങ്ങനെ റൗണ്ട് തിരിഞ്ഞ് 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 താഴോട്ട് ഇറങ്ങുന്നത്. ചിലപ്പോൾ തലകറക്കമുള്ള ആൾക്കാർക്കൊക്കെ പ്രയാസമായിരിക്കും. അങ്ങനെ ഇറക്കുകയാണെങ്കിൽ കുറഞ്ഞ സ്ഥലം മതി ഏണിക്ക്. അത് വെക്കുന്നത് കൊണ്ട് വേറെ സ്ഥലം ലാഭിക്കാമെന്നേ ഞാൻ കാണുന്നുള്ളൂ. മറ്റു ചില ദോഷങ്ങളുണ്ടോ, മുകളിലേക്ക് ടേബിളോ മറ്റോ കൊണ്ടുപോകുമ്പോൾ പ്രയാസമുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയുള്ള വീടുകൾക്ക് ഇങ്ങനെയുള്ള റൗണ്ടിലുള്ള ഏണി പോരെ, അല്ല മറ്റേ സാധാരണ കോണി വേണോ എന്നതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമ്മളെ ആലുരാജ് ഉസ്താദ്, അപ്പോ അത് ഒരു ചോദ്യം, സാധാരണക്കാരന്റെ വീടുകളിൽ ഇത്തരത്തിലെ കോണി വെക്കല് വളരെയധികം വിഷമകരമാണ്. കാരണം അതിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഒന്നാമത് വർദ്ധിച്ചിരിക്കും. രണ്ടാമത്തത് അതിന്റെ നിർമ്മാണത്തിന് നല്ല അറിവുള്ള ആളുകൾ വേണം. ആ രണ്ട് പ്രശ്നം അതിനകത്ത് സിമ്പിൾ ആയിട്ടുണ്ട്. അതായത് ഒന്ന്, അതിന് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വർദ്ധിക്കും. രണ്ടാമത് നല്ല സ്കിൽ ആയ വർക്കർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത്തരം സ്റ്റെയറുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അതല്ല, അത് കോൺക്രീറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ടെൻഷൻ. ഇനി അതല്ല, കോൺക്രീറ്റ് അല്ലാതെ സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്ന നേരത്തെ പറഞ്ഞ സംഭവമുണ്ട്. അതിന്റെ എക്സ്പെൻസീവ് സാധാരണ ഒരു കോണി ഉണ്ടാക്കുന്നതിന്റെ 10 ഇരട്ടിയോളം ചെലവ് വരും. സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു കോണി ഉണ്ടാക്കണമെങ്കിൽ, സാധാരണ ഒരു കോണി റൂം ഉണ്ടാക്കിയിട്ട് ആ കോണി അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ആ കോണിക്ക് വരുന്ന ചെലവ്, അതിൽ നമ്മൾ കയറി പോകാൻ ഉപയോഗത്തിനെ കുറിച്ച് ഈ ഇത്തരം റൗണ്ട് സ്റ്റെയറുകൾക്ക് വിഷമാണ്.
നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാനാണെങ്കിൽ ഗുഡ്സായാലാണെങ്കിൽ വളരെ വിഷമമാണ് അതിനുള്ളിൽ കൂടെ കൊണ്ടുപോകാനൊക്കെ. കാരണം ഓപ്പണിംഗ് ഏരിയ വളരെ കുറവാണ്, ചെറിയ ഗുഡ്സായ കോണിയാണ്. അങ്ങനെ അതിൽ കൂടെ സാധനങ്ങളൊക്കെ മേലേക്ക് കയറ്റാൻ നടക്കാൻ വിഷമമായിരിക്കും. വലിയ വലിയ വീടുകളിൽ ഇത്തരം റൗണ്ട് സ്റ്റെയർ ഉണ്ടായെങ്കിൽ തന്നെ അതെന്തല്ല, അതിന് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഓപ്പൺ ആയ ഏരിയ ഉണ്ടാവും. ആ ഏരിയ കൂടെ നമുക്ക് എന്തെങ്കിലും കാട്ടിയിട്ട് വലിച്ചു പൊന്തിച്ചൊക്കെ എല്ലാ സാധനങ്ങളും വീട്ടിലെ അക്സസറീസ് നമുക്ക് കൊണ്ടുപോകാനും എടുക്കാനൊക്കെ പറ്റും. ആ സ്ഥാനത്ത് സാധാരണ നമ്മുടെ കേരളത്തിൽ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന വീടുകൾക്ക് ഈ ഒരു സാധനം ഭയങ്കര വിഷമമാണ്, കയറാൻ ഇറങ്ങാൻ വിഷമമാണ്. അതേപോലെ ഇത് ഉണ്ടാക്കാൻ ചെലവ് കൂടുതലാണ്. അതേപോലെ അതില് പണിക്കാരെ കിട്ടാൻ വിഷമമാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ നമ്മുടെ നാടുകളിൽ ഇത്തരം ചെറിയ റൗണ്ടായ സ്റ്റെയറുകൾ വെക്കാത്തത്. കാരണം ചെറിയ വീടുകളിൽ ഇപ്പോ ഒരു വീട്ടിൽ 4-5 ട്രിപ്പ് കയറാൻ ഇറങ്ങാനാണെങ്കിൽ ഒരു വീട്ടുകാരനെ സംബന്ധിച്ച് അവർക്ക് ഒരു വിഷമമുള്ള കാര്യമില്ല 5-6 ട്രിപ്പ് കയറി ഇറങ്ങുക എന്നുള്ളത്. അതുകൊണ്ടല്ല, മറിച്ച് അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് ഉണർത്തുന്നു. മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് DC ആയി പോയി, അതാ ഓഫായി പോയത്. അത് ഷമീർക്ക, എന്റെ സംശയം എന്ന് പറഞ്ഞാല് നമ്മള് വർക്കേരി ഉണ്ടാക്കുമ്പോ പുറത്ത് ഫുള്ള് ഗിൽസ് ഇട്ട് കഴിഞ്ഞാല് അതിന് നമ്മള് അളവ് കാണിക്കേണ്ടി വരും. ഫുള്ള് ഗിൽസ് ഇട്ട് കഴിഞ്ഞാല് അളവ് കാണിക്കണം മൈക്രീസ്. ആ അളവ് കാണിക്കേണ്ടത് ഫുള്ള് ഗ്രിൽസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ എന്ത് ചെയ്യണം, അതിന്റെ 3 ഭാഗം ഓപ്പൺ ആവണം. അതായത് ഫില്ലറുകൾ മാത്രമേ പാടുള്ളൂ. അതായത് ചുരുങ്ങിയ 2 ഫില്ലർ അങ്ങേയറ്റത്തും ഇങ്ങേറ്റത്തും വേണം. എന്നിട്ട് അതിന്റെ 2 ഭാഗം ഓപ്പൺ ആക്കി വെച്ചെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏരിയ കാണിക്കാതെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ആ സാധനത്തിന്റെ പകുതി ഏരിയ കാണിക്കുകയും വേണം. ടോട്ടൽ ഇപ്പൊ 100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആ 100ന്റെ പകുതി നേരെ 50 സ്ക്വയർ ഫീറ്റ് മൊത്തം ഏരിയയിൽ നിന്ന് കുറച്ചിട്ട് നമ്മൾ കാണിക്കണം. അങ്ങനെയാണ് അത്തരം സംഭവങ്ങൾ ചെയ്യുക. സിറ്റ് ഔട്ടും അതേപോലെ നേരെ പ്ലാൻ കൊടുക്കുമ്പോൾ മാത്രം പേരങ്ങ് മാറ്റിയാൽ മതി. സിറ്റ് ഔട്ട് എന്നുള്ള വരാന്ത പേരാക്കാം. അതുപോലെ കോട്ടയാടിന്റെ അളവ് ഉള്ളിൽ കാണിക്കണ്ട. വീടിന്റെ ഉള്ളിൽ കോട്ടയാട് ഉണ്ടാകാറില്ലേ, ആ കോട്ടയാടിന്റെ അളവ് കാണിക്കണ്ട. അങ്ങനെ കുറെ സംഭവം. അതേപോലെ തന്നെ നേരെ രക്ഷപ്പെടാൻ പറ്റുന്ന പണ്ട് ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഒരു നിർഭാഗ്യവശാല് 3000 സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയൊക്കെയുള്ള വീടൊക്കെ ഉണ്ടാക്കിയിട്ട് 4 എത്തി 3000 സ്ക്വയർ ഫീറ്റിന്റെ മേലെ വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, രക്ഷപ്പെടാൻ പറ്റും. വീട്ടിൽ കുറെ കുട്ടികൾ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടാൻ പറ്റും. അത് നമുക്ക് വേറൊരു ടെക്നിക്കാണ്, അത് ഇതുപോലുള്ള ടെക്നിക്കല്ല. അപ്പൊ അങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാം. സ്ക്വയർ ഫീറ്റ് കൂടി എന്നുള്ളത് കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ വലിയ വീട് ഉണ്ടാക്കുന്നത് എന്താണ്, ആ വീട്ടിൽ അത്രയും അംഗങ്ങളും അതിന് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു വലിയ വീട്ടില് ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ചിലപ്പോൾ 4-5 കുടുംബങ്ങൾ ഉണ്ടാവും. എനിക്കറിയാം, ഞാൻ പലപ്പോഴും അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ 4-5 കുടുംബങ്ങളുള്ള ഒരു വീട്. അപ്പൊ ആ വീട് ചിലപ്പോൾ 3000 രൂപ 4000 ഒക്കെ വേണ്ടി വരും ചിലപ്പോ. അപ്പോ അവിടെ എന്തില്ല, അവിടെ നമ്മളിവിടെ വലിയ ടാക്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ആ ടാക്സ് ഒക്കെ ഒഴിവായി മാന്യമായ ടാക്സ് കൊടുത്ത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്ന സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതേപോലെ ചെറിയ വീടായിക്കോട്ടെ, ഇനിയിപ്പോ വേണ്ട ഒരു 1200 സ്ക്വയർ ഫീറ്റിലെ വീടുണ്ടാക്കി, ആ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ സൈസുകളൊക്കെ ഉണ്ട്. ഇത് അറിവില്ലാത്തവൻ എന്ത് ചെയ്യാണ്, അറിവില്ലാത്ത ഇടിച്ചു പിഴിഞ്ഞ് പൈസ വാങ്ങാണ്. വില്ലേജിൽ നാളെ വന്ന് അവിടുന്ന് ആള് വന്ന് ഇവിടുന്ന് ആള് വന്നൊക്കെ പറഞ്ഞിട്ട് ജഗബൊക്കെയാക്കിയിട്ട് ആ പൈസ വാങ്ങിയിട്ട് അങ്ങ് പോകും. ഇതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, ഈ ടേപ്പ് കണ്ടോ ആ ടേപ്പ് കണ്ടോ ഇതൊന്നും പിടിച്ചാൽ പറ്റില്ല, ഇതിങ്ങനെ അളവ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പേടിപ്പിക്കുമ്പോൾ അവർ വിചാരിക്കും സംഭവം ശരിയായിക്കാരം എന്നങ്ങൾ വിചാരിച്ചിട്ട് ആ സംഭവം കൂടി അങ്ങനെ ശരിയാക്കലാണ്. ഏതായാലും അൽഹംദുലില്ലാ. അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ വിഷയത്തിന് കൈകാര്യം ചെയ്യാം എന്ന് ഓർത്തുന്നു. ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ ഷമീർ മോഹൻ? മാഷാ അല്ലാഹ്, അറിവില്ലാത്തവർക്ക് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു അറിവില്ലാത്ത ആളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ, ഈ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് വരാന്താക്കി മാറ്റാം ഈ പ്ലാൻ കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ വർക്ക് ഏരിയ കാണിക്കണമെന്നില്ല എന്ന് പറഞ്ഞല്ലോ, തൂണുകൾ ഉണ്ടായാൽ മതിന്ന്. അപ്പൊ ഇത് പ്ലാൻ കൊടുക്കുമ്പോ നമ്മൾ പണിയെടുത്ത് അത് ആ പ്ലാൻ കൊടുക്കുന്ന അതേമാതിരി നമ്മൾ പണിയും കഴിപ്പിച്ചു. അങ്ങനെ കുറെ കൂടി വന്ന് ഇപ്പൊ അവര് എപ്പോഴാണ് അളക്കാൻ വരുമ്പോ അല്ലേ ഈ പ്രശ്നമുള്ളൂ. നമ്മൾ കുറച്ച് 2 കൊല്ലം കഴിഞ്ഞു അല്ലെ 1 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഗിൽസ് വെക്കണം തോന്നി. അതുപോലെ തന്നെ ആ ഗിൽസിന്റെ മുമ്പായിട്ട് അത് പിന്നെ കെട്ടിയിട്ട് അതിന്റെ ഒരു അരക്ക് കെട്ടിയിട്ട് പിന്നെ ഗിൽസ് വെക്കണം തോന്നിയാൽ അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ
എന്ത് എന്ന് ഒരു മനസ്സിലാകുന്നില്ല. ജസാക്കല്ലാഹു ഖൈർ, ഒന്ന് മനസ്സിലാക്കി തന്നാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ഈ പ്ലാൻ കൊടുക്കുന്ന സമയത്തും പ്ലാൻ നിങ്ങൾ പഞ്ചായത്ത് പാസ്സാക്കുന്ന സമയത്തും അത് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത് ഈ കംപ്ലീഷൻ പ്ലാൻ കൊടുക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് വരാന്ത എന്നുള്ള പേരും മറ്റു വിഷയങ്ങളൊക്കെ കൊടുക്കുകയും വേണം. അത് ക്ലോസ്ഡ് വരാന്ത അല്ല എന്നാണ് സംഭവം. അവിടെ നിങ്ങൾ ഗ്രില്ല് വെക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും അതിനില്ല. ഗ്രില്ല് വെച്ചു എന്നുള്ളത് കൊണ്ട് അത് ക്ലോസ്ഡ് അല്ലാത്ത ക്ലോസ് വരാന്ത ആകുന്നില്ല. അരഭാഗം വരെ മതിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ ആ വരാന്തക്ക് നമ്മൾ ഒരു ചേരുവടിയോ ചാരുപടി എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ രൂപത്തിലുള്ള എന്ത് സാധനം വെച്ചിട്ട് നമ്മളെ മറച്ചാലും, മുഴുവൻ ചുമര് കെട്ടാതെ മറച്ചാൽ ആ മറയെ എന്തില്ല, അത് മറയാക്കി കാണൂല. അതുകൊണ്ട് അത് പിന്നീടാണെങ്കിലും അതിനൊരു പ്രശ്നവും ഇല്ല. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചില വീടുകളിൽ എന്തില്ല, ആവശ്യമില്ല, ജനറേറ്റർ റൂമൊന്നും വേണ്ട, ആക്കാൻ പേര് കൊണ്ട് ജനറേറ്റർ റൂമും ഉപയോഗം കൊണ്ട് മറ്റെന്ത് റൂമും നമുക്ക് ആക്കാൻ പറ്റും. പ്രയർ റൂം നമുക്ക് എന്താക്കാം, അതിന് വേണമെങ്കിൽ ജനറേറ്റർ റൂം ആക്കാൻ പറ്റും. അപ്പൊ എന്നൊക്കെ രീതിയിലുള്ള അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സംശയം ചോദിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേണമെന്നില്ല. വീടുണ്ടാക്കണ ബിൽഡിംഗ് നിർമ്മാണത്തിന് നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള സംശയവും നിങ്ങൾക്ക് ഇൻഷാ അള്ളാ നമ്മൾ ചോദിക്കാം. അതിന് വേണ്ട പരിഹാരങ്ങൾ ഇൻഷാ അള്ളാ ഉണ്ടാവുന്നതാണെന്ന് ഓർത്തുന്നു. ഏതായാലും അപ്പോ ഈ ബിൽഡിംഗ് റൂളിന്റെ ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത്. ഈ കാൽക്കുലേഷനുകളിൽ അതായത് ആയിക്കോട്ടെ, അടുത്ത ആള് മൈക്കിനാണോ ബന്ധിച്ചത്? ഹലോ, അസ്സലാമു അലൈക്കും. അതായത് നമ്മള് ഫ്രണ്ട് നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞാല് ഫ്രണ്ട് മുറ്റം കുറച്ച് ഭാഗം കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാല് അത് നമ്മള് കാണിക്കേണ്ടി വരുമോ? അവര് വന്ന് നോക്കുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതിന് അതിന് അങ്ങനെയല്ല. അതായത് ഈ ചുമര് വെക്കുന്ന കേസിന് മാത്രമേ വിഷയമുള്ളൂ. നിങ്ങളല്ലാതെ ഫില്ലർ വെച്ചു കൊടുത്തു, എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്താ ഗ്രിൽസ് ഇടുന്ന ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? ഗ്രിൽസ് ഇട്ടോ ഒരു വിഷയമില്ല. ഇനി ഗ്രിൽസോട് ഡോർ ഉണ്ടാക്കിക്കോ, എന്നാലും പ്രശ്നമില്ല. ഇനി വേറെ എന്തെങ്കിലും ചെയ്തോ അത് വിഷയമല്ല. പക്ഷെ ചുമര് വെച്ച് നിങ്ങൾ മൂട്ടിയിട്ട് അവിടെ ഇത് വെക്കാൻ പറ്റില്ല, ജനൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചാൽ എന്തായി, അതിന്റെ അളവിൽ മാറ്റം വന്നു. അപ്പൊ അത് പിന്നീട് രണ്ടാമത് നമ്മളൊരു കള്ളത്തം പഠിപ്പിക്കല്ലേ. അപ്പൊ രണ്ടാമത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊന്നും പിന്നെ ചിലപ്പോൾ എന്താക്കില്ല, നോക്കാനോ പിടിക്കാനൊന്നും ആരും വരാതുകൊണ്ട് ശ്രദ്ധിക്കാതെ തന്നെ കാലങ്ങളായിട്ട് പോകുന്നതും ഉണ്ടാവാം. പിന്നെ അത് നിങ്ങൾ ചെയ്തോളാൻ നമുക്ക് STB പറയാൻ പറ്റൂല. കാരണം STBയിൽ ഷമീറാക്ക ഇങ്ങനെ പറഞ്ഞു തന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ കുടുങ്ങി എന്നൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. ഈ നിലക്കും നമ്മൾ ഏതായാലും മോശക്കാരാണ്. STB നല്ല പവിത്രമായ ക്ലാസ് റൂമാണ്. അപ്പൊ അതിന് ഒരു നിലക്കും കുറ്റം പറയാനോ പഠിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ സ്വയം ബുദ്ധിയിൽ എന്ത് ചെയ്യുക, ഒരു മനുഷ്യനോട് നീ കോഴിക്കോട് പോയിട്ട് വരാൻ പറഞ്ഞു വെച്ചു, കോഴിക്കോട് വരാൻ പറഞ്ഞു വെച്ചപ്പോൾ ചിലപ്പോൾ ചങ്ങായി പോയ ബസ് കാടായിടണം, ടയർ പഞ്ചറായി കാടായി, അപ്പൊ അടുത്ത ദിവസം കയറണ്ടേ? അത് പറഞ്ഞെടുക്കാൻ പോകാൻ പറ്റുമോ? അപ്പൊ ചിലപ്പോൾ അടുത്ത ദിവസം കയറും, ചിലപ്പോൾ വൈമിൽ ഇറങ്ങും. ഇനി കോഴിക്കോട് പോയത് നല്ല പേരും ബ്ലോക്ക് വന്നു, അപ്പൊ നമ്മൾ എന്താ ചിലപ്പോൾ നമ്മൾ ബേബി മെമ്മോറിയൽ എടുത്ത് ഇറങ്ങിയിട്ട് ബാക്കി നമ്മൾ നടക്കും. അങ്ങനൊക്കെ ചെയ്യാം, പല കാര്യം ചെയ്യാം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അത്തരം സംഭവങ്ങളൊക്കെ നിങ്ങൾ സ്വയം ബുദ്ധിക്ക് ആലോചിച്ച് ചെയ്യുക. ഇത് നമ്മൾക്ക് അതിന്റെ ഡയറക്റ്റ് റൂളാണ്. ബിൽഡിംഗ് റൂളിന്റെ എന്താണ് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഭാഗം, ആർക്കും അറിയാത്തത് അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ പല ആളുകളും അത് ഉപയോഗിക്കാൻ മടിക്കുന്നത് നമ്മൾ എന്താക്കാണ്, നിങ്ങൾക്ക് അതിന്റെ ആ അറിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിതത്തിന്റെ വീണ്ടുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെ എന്നതാക്കി നമ്മളിത് പറഞ്ഞു തരികയാണ്. അല്ലാതെ എന്തില്ല, നമ്മൾ ഒരു ഗവൺമെന്റിനെ പറ്റിക്കാനോ കള്ളത്തരം കാണിക്കാനോ ഒന്നും അല്ല നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉണർത്തുന്നത്. മറിച്ച് യഥാർത്ഥ നിയമം നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമാണ് എന്ന് ഉണർത്തുന്നു. അപ്പൊ അത്തരം സംശയങ്ങൾ എന്താക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ ആ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ വിഷയമൊന്നുമല്ല, അത് നമ്മൾ ഇതിനെ കുറിച്ച് ഒരു സപ്പോർട്ടീവും അല്ല. നമ്മൾ ഡയറക്റ്റ് റൂൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഏതായാലും അപ്പൊ അങ്ങനെ ഈ നമ്മുടെ ക്ലാസ്സിന്റെ രണ്ടാമത്തെ സെക്ഷനിലെ ഇന്ന് കുറച്ച് ഭാഗം കൂടി എടുത്തിട്ട്, സാധാരണ ഒരുപാട് ആളുകൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും. അപ്പൊ ഇന്നില്ല അങ്ങനെ ഒരു കുറെ ആളുകളില്ല. സാധാരണ അങ്ങനെ ജസ്റ്റ് ഒരുപാട് ആളുകളുണ്ടാവും, 10-15-20 ആൾക്കാർ ചിലപ്പോൾ തീരാതെ തന്നെ ഞാൻ പോകലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. അപ്പൊ ഇന്ന് അങ്ങനെ കാണാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഞാൻ നേരത്തെ എടുക്കാം എന്ന് പറഞ്ഞ സംഭവം
നമ്മൾക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതേപോലെ ബിൽഡിങ്ങിന് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പോൾ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളതിന് പ്ലാസ്റ്ററിങ്ങിന് ഏൽപ്പിക്കും. ഈ പ്ലാസ്റ്ററിങ്ങിന് ഏൽപ്പിക്കുമ്പോൾ ചില ആളുകൾ എന്ന് പറയും യൂണിറ്റിന് എത്ര രൂപ, ചില ആളുകൾ എന്ന് പറയും അതിന് ബിൽഡിംഗ് മൊത്തത്തിൽ തേക്കാൻ എത്ര രൂപ. ഈ രണ്ട് സംഭവം പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്തില്ല, അതിന്റെ മൊത്തം വർക്ക് കാൽക്കുലേഷൻ ചെയ്ത ടൈപ്പില പറയുക, ജസ്റ്റ് ഒരു സംഖ്യ പറഞ്ഞു പോവുകയാണ് ചെയ്യുക. ഈ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് കാരണം പലപ്പോഴും ചില സമയങ്ങളിൽ വർക്ക് വളരെ കുറവുള്ള സമയം ഉണ്ടാവും. അത് ചില ടീമിന് വർക്ക് ഉണ്ടാവില്ല, പൊതുവെ നാട്ടിൽ വർക്ക് കുറവുണ്ടാവും, ചില ടീമിന് വർക്ക് കുറവുണ്ടാവും. അങ്ങനെ ഈ രണ്ട് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റൈറ്റ് പറഞ്ഞ സംഖ്യ പറയുമ്പോൾ ഈ പാർട്ടി എന്ത് ചെയ്യും, സത്യത്തിൽ അത് വിശ്വസിക്കും. ഈ റൈറ്റ് പറഞ്ഞ സംഖ്യയിൽ എടുത്താൽ ഓനക്ക് മുതലാവുന്നില്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും വലിയ വ്യത്യാസത്തിൽ പറയാൻ പറ്റുമോ എന്ന്. ആ സ്ഥാനത്ത് നിങ്ങളൊരു 4-5 ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ഈ 5 ആൾക്കാരും ഏകദേശം സെയിം ഒരു 10 രൂപ 15 രൂപ മാറ്റത്തിലാണെങ്കിൽ ഓക്കെ, ആ റൈറ്റ് ഏകദേശം സെയിം ആയിടാം. അല്ലാതെ 1-2 വ്യക്തി വളരെയധികം കുറച്ച് വരുമ്പോൾ ഒരു നിലക്കും ഉണ്ടാവില്ല, അത് മുതലാവാത്ത സംഭവം. അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ വർക്ക് പറഞ്ഞ് കേട്ട ആൾക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് അറിയാതെ വരിക. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ വർക്കിലൊക്കെ സാധാരണ വളരെ റൈറ്റ് കുറച്ചെടുത്തിട്ട് അവര് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ഇന്നത്തെ ഇത്ര ആൾക്കാർ പണിയുണ്ട്, ഇത്ര പണിക്കാർക്ക് ഇത്ര കൂലി. ആ കൂലി എന്ന് പറയുമ്പോൾ തന്നെ മിനിമം ഒരു 25 രൂപയെങ്കിലും ഒരു പണിക്കാരന്റെ മേളിൽ ഏറെ ഉണ്ടാവും. ഡെയിലി വാങ്ങുന്ന കൂലിക്കകത്ത് 25 രൂപ ഒരു പണിക്കാരന് ഏറെ വാങ്ങണം. അതിന്റെ കോൺട്രാക്ടർക്ക് എന്താണ്, അവന് ഇനി നഷ്ടം പറ്റിയാലും ശരി, ഇനി ആ വർക്ക് ലാഭം കിട്ടിയാലും ശരി, ഈ 25 ശേഷം ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാ ഒരു 10 പേരുണ്ടെങ്കിൽ ഓനെന്ത് കിട്ടി, ഓന് കൂളായിട്ട് ഓന്റെ ലാഭം അതിലേറെ കിട്ടി. അത് മാത്രമല്ല എല്ലാ വർക്കും ഇത് ആ വർക്ക് മാത്രമല്ല, ടൈൽസിന്റെ വർക്ക്, മറ്റു വർക്കുകൾ, എല്ലാ വർക്കുകളും ഇതേ രൂപത്തിലാണ്. ഒരു വർക്കാണ് നിങ്ങൾ വിചാരിക്കണ്ട, എല്ലാ വർക്കുകളും എന്താണ്, ഇതേ രൂപത്തിലാണ്. അപ്പോ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു യഥാർത്ഥ കാരണം ഇതാണ്. എന്നിട്ട് അവസാന ശേഷം അങ്ങനെ ഈ ചിലപ്പോ പറഞ്ഞ സംഖ്യന്റെ അത്രയും സംഖ്യയും കൂടി ചിലപ്പോൾ കൊടുത്താല് ആ വർക്ക് അവസാനം ഫിനിഷായി തീർന്നിട്ടുണ്ടാവില്ല. കാരണം നമ്മള് ഈ ജീവിതത്തിന്റെ ലൈഫിന്റെ നമ്മളെ ഒരു ലൈഫ് ഓഫ് മൈ എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞ സംഭവങ്ങള്. പലപ്പോഴും നമ്മൾ കാണും ചില ആളുകൾ അന്യദേശക്കാരെ കൊണ്ടുവന്നാൽ വളരെ സുഖമാണ് വർക്ക് ചെയ്യും. ആൾക്ക് അങ്ങനെ ഒരു ധാരണയാണ്, അന്യദേശക്കാരെ കൊണ്ടുവന്നാല് നന്നായിട്ട് വർക്ക് ചെയ്യും, നല്ല സുഖമാണ്, സംഗതി ഇങ്ങനെ സിമ്പിളായിട്ട് പോകും എന്ന് തോന്നലാണ്. മറിച്ച് അവരെ വന്നു കഴിഞ്ഞാല് വർക്കിനെ സംബന്ധിച്ച് വളരെയധികം ഫാൾട്ട് കൂടുതലാണ്. കാരണം വർക്കിന്റെ ഫാൾട്ട് ഒരിക്കലും നമ്മൾ അപ്പം ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇവർക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. വരിക, കുറച്ച് പാട്ടേക്കുക, എന്തെങ്കിലും കാട്ടുക, തിരിച്ചു പോവുക. നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് അനുഭവങ്ങൾ. പലപ്പോഴും നമുക്ക് അനുഭവത്തിൽ ഞാനും പെടാറുണ്ട്. ഈ വമ്പത്തികളൊക്കെ ഞാനും ഇടക്കിടക്കൊക്കെ ഇത്തരത്തിൽ പെട്ടുപോകാറുമുണ്ട്. ഏതായാലും ഈ പട്ടലിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നിങ്ങൾ എല്ലാവരും ദുബായ് ഉൾപ്പെടുത്തണം എന്ന് ഉണർത്തുന്നു. സംശയത്തിന്റെ ആളാണോ കൈവന്നിച്ചാള്? 756 അടിച്ചാൽ മയക്കൂടാം. അദ്ദേഹത്തിന് സംശയമാണ് കൂലി കുറവുണ്ടല്ലോ എന്ന്. ഈ കൂലി കുറവുണ്ട് എന്ന് തോന്നുന്ന സംഭവം യെസ് ഓക്കെ, ഈ അതുകൂടി പറയാം. കൂലി കുറവുണ്ടെന്ന് പറഞ്ഞാല് അതിനനുസരിച്ച് അവർ പണിയെടുക്കണുള്ളൂ. കുറഞ്ഞ പണി പണിയെ അവരനുസരിച്ച് എടുക്കുള്ളൂ. ആ പണിയുടെ കുറവാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. എത്ര കണ്ട് അവർക്ക് കുറച്ചെടുത്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സമയം വൈകും. അങ്ങനെ സമയം വൈകുമ്പോഴത്തേക്കും ഇവരെ ഏൽപ്പിച്ച് അതെല്ലാം കൂടെ കുളമായിട്ടും ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഈ നമ്മുടെ ഇല്ല കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്താണ് ആ ഒരു അറിവ്, അതായത് അവരെ വർക്ക് കുറച്ചാണ് എടുക്കുക, മറ്റു വിഷയങ്ങളിലാണ് അതിന്റെ ചെലവ് കൂടുതലാണ്, സിമെന്റ് മെറ്റീരിയൽസ് ഏറെയാണ് എന്നൊക്കെയുള്ള ആ ഒരു സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ ആണ് എന്ത് ചെയ്യുന്നത്, ഈ
വിഷയത്തിന്റെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ആ വിഷയം മനസ്സിലാക്കാതെ നമ്മൾ കൈകാര്യം ചെയ്യുകയും അതിനനുസരിച്ച് നീങ്ങാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ നമ്മൾക്ക് അന്യദേശക്കാരെ ഒരുപാട് ഗുണങ്ങളാണെന്ന് തോന്നുന്ന സംഭവമാണ്. എന്റെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തില്ല, ഈ അന്യദേശക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്ന ഏതാണെങ്കിലും ചിലപ്പോ ഒക്കെ 90% ഫാൾട്ടാണ് എന്നുള്ളതാണ് എന്റെ അറിവ്, എന്റെ അനുഭവവും എന്ന് മാത്രമൊന്നു. അതുകൊണ്ട് എല്ലാവരും മോശക്കാരെന്ന് പറയില്ല, ഒരിക്കലും ആരും മോശക്കാരല്ല. എല്ലാവരും മോശക്കാരെന്ന് പറയല്ല, മറിച്ച് ആ സംഭവത്തിന്റെ ഒരു കിടപ്പ് വശം അങ്ങനെയാണ് എന്ന് ആണ് ഓർത്തുന്നത്. കാരണം ആ നാട്ടിൽ നിന്ന് സത്യത്തില് ചിലപ്പോ ഒരു ഒരച്ചപ്പലക ഉണ്ടാവില്ല, ചിലപ്പോ ഒരു കുമ്മായ കത്തി ഉണ്ടാവില്ല, അങ്ങനെ മറ്റു സാധനങ്ങളൊന്നും ഇല്ലാതെ വെറും 2 കൈയും വീശി കേരളത്തിൽ വന്ന് ഇവിടുന്ന് പോകുന്ന ഒരുപാട് ആളുകൾ ആണ് ഉള്ളത്. അപ്പോ ആ ഒരു സംഭവത്തെ നമ്മൾ എവിടെയെങ്കിലും തുറന്നു പറയാൻ പറ്റുന്ന ഒരു അവസരത്തിൽ പറഞ്ഞു എന്ന് മാത്രം എന്ന് നടത്തി ഞാൻ നമ്മുടെ സുഹൃത്തുന്ന ശുക്രൻ 756 അല്ലെ, ശുക്രഹ അല്ലെ, അങ്ങനെയല്ലേ ആ തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി റൈസാൻഡ് ചെയ്തിരുന്നു അദ്ദേഹം. അപ്പൊ എന്നിട്ട് ആരൊക്കെ പറഞ്ഞിട്ട് താത്തിയാൻ തോന്നുന്നു, ശരിയല്ലേ? അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ചോദിച്ചത്, എന്റെ വീട് പത്ത് കഴിഞ്ഞ് നിൽക്കാണ്, വൈറ്റ് വാഷ് ചെയ്ത് പ്രൈമർ അടിച്ച് നിർത്തിക്കുക. വാതിലിന്റെ പണിയും നിലം പണിയാണ് ബാക്കിയുള്ളത്. കേൾക്കുന്നില്ലേ? ബാത്റൂമിന്റെ ഡോറില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാൽ, നിങ്ങളുടെ മൈക്ക് വലിയൊരു കട്ടാണ്, ഒന്നും മനസ്സിലായിട്ടില്ല. ഭൂരിഭാഗവും കട്ടായിരുന്നു. എഞ്ചിനീയറോട്, നമ്മുടെ പഴയ വീടുകളിൽ ചിലപ്പോൾ സിമന്റ് കാവി ഇട്ടിട്ട് ആ നീല ചുവപ്പ് കളറിൽ അല്ലേ കേട്ടോ, ആരോന്നറിയില്ല. ശുക്രല്ല, ആയിക്കോട്ടെ, ശുക്രല്ല. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിരുന്നില്ല. അദ്ദേഹം ഒന്നുകൂടി മൈക്ക് ചെക്ക് ചെയ്തിട്ട് എടുത്തോളി, അല്ലെങ്കിൽ ചോദ്യം തീരെ കേട്ടില്ലെങ്കിൽ എഞ്ചിനീയർക്ക് മറുപടി പറയാൻ കഴിയില്ല. ഓക്കെ, ഈ പഴയ വീടുകളിൽ നിരത്ത് ഈ സിമെന്റില് ചുവപ്പ് കാവി ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാകുന്നത്. അതിനെ നാം അടത്തിപ്പിടിച്ച് വീണ്ട് ടൈൽസോ മാർബിളോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ വലിയൊരു കോസ്റ്റ്ലിയാണ് മാർബിള്. അതിന് തുല്യമായ പെട്ടെന്ന് രീതിയിലുള്ള ടൈൽസുകൾ ലഭ്യമാണോ എന്നുകൂടി ചോദിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ സൗണ്ട് നമ്മളെ ആലൂർ ഉസ്താദ് ചോദിച്ചത് കേട്ടായിരുന്നോ? ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വീട് നിർമ്മാണ സമയത്ത് റെഡ് ഓക്സൈഡ് ഹീറ്റ് ഉണ്ടാക്കിയ നമ്മളെ വീടിന് ആ വീടിന്റെ ഉൾഭാഗത്ത് ടൈൽസോ മാർബിളോ ഗ്രാനൈറ്റോ പോലുള്ള മറ്റ് എന്തെങ്കിലും വസ്തുക്കൾ ഒട്ടിക്കുകയെങ്കിൽ എങ്ങനെ അതിനെ റിമൂവ് ചെയ്യണോ, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ അതിനെ ഒട്ടിക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? ശരിയല്ലേ? യെസ്, അതെ. അപ്പോ സിമ്പിളായിട്ട് നമ്മൾക്ക് ആ വിഷയം കൈകാര്യം ചെയ്യാൻ, റെഡ് ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് കുത്തി പൊളിച്ചു കളയേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം നമ്മൾ അതിന്റെ മേലേക്കാണ് ഇത് ഒട്ടിക്കുന്നത്. മാത്രമല്ല, പണ്ട് കാലത്ത് ഉണ്ടാക്കിയതാണെങ്കിലും ഇനി അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണെങ്കിലും ഈ റെഡ് ഓക്സൈഡ് ഇട്ട റൂമിന്റെ ലെവലുകൾ ഒരിക്കലും ശരിയായിക്കൊള്ളണമെന്നും ഇല്ല. അങ്ങനെ ലെവലുകൾ ശരിയല്ലാത്ത റൂമിൽ നമ്മൾക്ക് ടൈൽസോ മറ്റ് ലെവലായ വസ്തുക്കളോ ഇട്ട് ഒട്ടിക്കല് ഭയങ്കര വിഷമവും സാഹചര്യമായിട്ട് അത് വർക്കബിലിറ്റി ഉണ്ടാകുകയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ പേര്. അതിനൊരു മലയാളം ചോദിച്ചാൽ എന്താ പറയാ, എനിക്ക് അറിഞ്ഞത് തന്നെ അപ്പൊ ഓർക്കണില്ല. അപ്പൊ അങ്ങനെ വർക്കബിലിറ്റി ഇല്ലാത്ത നമ്മള് ആ സംഭവം ചെയ്യുമ്പോൾ ആ വർക്കിന്റെ എന്ത് സംഭവിക്കും? അത് മൊത്തം ഫാൾട്ട് ആവും. അങ്ങനെ ഫാൾട്ട് വരാതിരിക്കാൻ
എന്ത് ചെയ്യും, അത് മൊത്തം ഒരേ ലെവലിൽ വാട്ടർ ലെവൽ ചെയ്യണം. അപ്പൊ ഇത് വാട്ടർ ലെവൽ നമ്മൾ ഫസ്റ്റിൽ ചെയ്തതിന് ശേഷം ഇനി ഏതെങ്കിലും ഒരു റൂം ചില പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പൊളിച്ചൊഴിവാക്കാം. താഴ്ന്നു നിൽക്കുന്നവരെ നമ്മൾ ഒരു നിലക്കും ഒഴിവാക്കണ്ട. അതിനനുസരിച്ചുള്ള സിമെന്റ് രണ്ടാമത് അതിന്റെ മുകളിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഇട്ടാൽ മാത്രം മതി. മനസ്സിലായോ? അതിന്റെ മുകളിൽ ഗ്രൗട്ട് നല്ല കട്ടിയിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ സിമെന്റ് ഇട്ടാൽ മതി. സിമെന്റ് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ടൈൽസ്, ഗ്രാനൈറ്റ്, മാർബിൾ മാതിരിയുള്ള വസ്തുക്കൾ നമ്മൾക്ക് ലെവൽ ചെയ്ത് നല്ല കറക്റ്റായിട്ട് വെക്കാം. പക്ഷെ ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഈ ടൈൽസോ മാർബിളോ ഗ്രാനൈറ്റോ ഇടുമ്പോൾ അതിൽ ഇട്ടതിന് ശേഷം വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും. ചിലപ്പോൾ ഗ്രാനൈറ്റ് ഒക്കെ വെച്ചാൽ ടൈൽസ് ഒക്കെ വെച്ചാൽ അതിന്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെക്കും. കാരണം ചില ടൈൽസുകൾക്ക് ബെൻഡ് ഉണ്ടാവും. ആ ബെൻഡ് നൂരാൻ വേണ്ടിയാണ് അങ്ങനെ വെയിറ്റ് കയറ്റി വെക്കണത്. അപ്പൊ അങ്ങനെ വെയിറ്റ് കയറ്റി വെച്ച ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നൂർന്ന് കറക്റ്റായി വരും. ഇനി ഇല്ല എങ്കിൽ ഇതാവും, ചിലപ്പോൾ അത് സൗണ്ട് അടി വരും. ചിലപ്പോൾ അടിയിൽ സിമെന്റ് ഫുൾ ആയിട്ടില്ലെങ്കിൽ സൗണ്ട് വരും. അങ്ങനെ ഈ സൗണ്ട് വരികയാണെങ്കിൽ ആ സൗണ്ടുള്ള ഭാഗത്ത് ടൈൽസ് ഒന്നെങ്കിൽ റിമൂവ് ചെയ്തിട്ട് മുഴുവൻ ഗ്രൗട്ട് ഒഴിച്ച് അതിനെ വൃത്തിയാക്കുക. ഒന്ന്. രണ്ടാമത് എന്ത് ചെയ്യുക, ആ സൗണ്ട് വന്ന ഭാഗത്ത് ചെറിയ സുഷിരം ഉണ്ടാക്കിയിട്ട് ആ സുഷിരത്തിൽ കൂടെ ഗ്രൗട്ട് നിറയ്ക്കുക. ഗ്രൗട്ട് നിറച്ചു കഴിഞ്ഞാൽ എന്താവും, അതിന്റെ സൗണ്ട് പോകും. മാത്രമല്ല ടൈൽസ് പൊട്ടുന്നതും അല്ലെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റ് എന്താണെങ്കിലും അവിടെ വെച്ച് പൊട്ടുന്ന ഒരവസ്ഥയും ഒഴിവാക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു സിമ്പിൾ ഐഡിയ ആണ്. സാധാരണ ആളുകൾക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പഠിക്കുന്ന നമ്മൾ സിമ്പിൾ ഐഡിയകൾ നിങ്ങൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാണ്. അത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ടൈൽസ് ഒക്കെ ഇടുമ്പോൾ ഒക്കെ വളരെ വൃത്തിയിൽ നല്ല സുഖമായിട്ട് സൗണ്ട് ഒന്നും ഇല്ലാതെ, അഥവാ ഇനി എന്തെങ്കിലും ഒരു സാധനം വീണാൽ പൊട്ടിപ്പോകാതെ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് സൂക്ഷിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായോ? അപ്പൊ ഇത്രയും സംഭവം കാര്യങ്ങൾ ശ്രദ്ധിക്കണുള്ളൂ. അപ്പൊ ആദ്യം ചെയ്യണ്ട, ആദ്യം കുത്തിപ്പൊളിച്ച് കളയണ്ട, വേറൊന്നും കാട്ടണ്ട, പിന്നെ കുത്തായിട്ട് ഒരാളെ നിർത്തണ്ട, അങ്ങനെ ഒരു പണി എടുക്കണ്ട. എന്നാൽ ആ സ്ഥാനത്ത് നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്ത് സിമെന്റ് വെച്ച് തേച്ച് അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് അടിച്ച് ഉപയോഗിച്ച ഒരു ചുമരാണ് എന്ന് വിചാരിക്കാം. ഈ ചുമരിന്റെ മുകളിലേക്ക് നിങ്ങൾ ഒരു നിലക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഷമീർ ഭായി ഇങ്ങനെ ഗ്രൗട്ടിന്റെ മുകളിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചുമരിലും ഈ പെയിന്റിന്റെ മുകളിൽ ചെയ്തോളി എന്നുള്ള ഫത്വ നിങ്ങൾ പണിക്കാർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ നമ്മൾ കൊടുക്കും. അപ്പൊ ഷമീർ ഭായി ഒരു ഫത്വയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താക്കാൻ പാടില്ല, ഇതും കൂടെ കൂട്ടിച്ചേർത്ത് ചുമരിന് മുകളിൽ ഒട്ടിക്കാൻ പാടില്ല. അങ്ങനെ ഒട്ടിക്കുന്നുണ്ട് എങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിർബന്ധമായിട്ടും ആ ചുമരിന്റെ മുകളിൽ തേപ്പ് കുത്തി കളയുക, കുത്തി ഒഴിവാക്കുക. ശരിക്ക് ഫുള്ള് ചുമരിന്റെ മുകളിൽ തേപ്പ് കുത്തി ഒഴിവാക്കി രണ്ടാമതൊരു തേപ്പ് അതിന് മുകളിൽ തേക്കുക. സിമ്പിളാ സംഭവം. കുത്തി ഒഴിവാക്കാൻ വലിയ പണിയൊന്നുമില്ല. തേപ്പ് പൊട്ടിച്ച് ഒഴിവാക്കാൻ വെട്ടുകല്ലൊക്കെയാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് ടക്കേന്ന് പോകും. അല്ലെങ്കിൽ ഇതാണെങ്കിലാണ് പോകാൻ ഭയങ്കര വിഷമം. എന്താ പറയാ, ചുടുകട്ട അല്ലാത്ത ഓളബുക്സ്, ഇത് രണ്ടുമാണെങ്കിൽ തേപ്പ് അതിന് പൊളിഞ്ഞു പോകാൻ ഭയങ്കര വിഷമമാണ്. ആ സ്ഥാനത്ത് വെട്ടുകല്ലാണെങ്കിൽ സിമ്പിളായിട്ട് പൊളിഞ്ഞു പോകും, കൂളായിട്ട് പൊളിഞ്ഞു പോകും. പൊളിഞ്ഞു പോയിട്ട് നമുക്ക് അതിന്റെ മുകളിൽ എന്താ കൂളായിട്ട് തേച്ചതിന് ശേഷമേ ടൈൽസോ മറ്റു സാധനങ്ങളോ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഗ്രാനൈറ്റ് വാളിൽ ഒട്ടിക്കുകയാണെങ്കിൽ അത് ഒക്കെ എന്തിനാണ് വാളിൽ ഒട്ടിച്ചാല് ഈ സംഭവം ചൂടും ഇതിന്റെ സംഭവവും ഇതിന്റെ മിനുസവും ഒന്നുമില്ല, ഗ്രൗട്ടായിട്ട് ഒട്ടാൻ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒട്ടിച്ചാലും അത് അടർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റ് ആണെങ്കിലും ഒട്ടിച്ചാല് അടർന്നു പോകും. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ആ സ്ഥാനത്ത് ഗൾഫിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം വേറെയാണ്. ആ സിസ്റ്റം നമ്മൾ നാട്ടില് പ്രാവർത്തികമാക്കുമ്പോൾ എക്സ്പെൻസീവ് ആയതുകൊണ്ടും സ്ഥലം കൂടുതൽ പോകുന്നത് കൊണ്ടും എന്ത് ചെയ്യില്ല, സാധാരണ നമ്മുടെ നാടുകളിൽ അത് അവലംബിക്കാറില്ല. ഡയറക്റ്റ് നേരെ ഗ്രൗട്ടിൽ ഒട്ടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഗൾഫ് നാടുകളൊക്കെ ചെയ്യുന്നത് ഒരു തരം ക്ലാഡിങ്ങിന് രൂപമാണ്. കാരണം അവിടെ അതേ പറ്റുള്ളൂ. അവിടെ എന്തില്ല, എക്സ്റ്റേണൽ വാള് ഹൈ ചൂടായതുകൊണ്ട് ആ ചൂടില് ഇതിന് ഗ്രൗട്ടിൽ ഒട്ടിക്കുക എന്ന് സംഭവിക്കുമ്പോൾ അത് അവിടുന്ന് അടന്നു പോകും. അത് ഒഴിവാക്കാൻ അത് എന്ത് ചെയ്യണത്, അത് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക എൽ രൂപത്തിലുള്ള ആ കാലും അതിന് പാശയിൽ വെറാൾഡേറ്റ് പാശയിലാണ് ഉപയോഗിക്കുന്നത്, ഒട്ടിക്കണത്. അപ്പൊ എന്നിട്ട് അതിന്റെ മുകളിൽ നെറ്റിലും ബോൾട്ടിലും ആണ് അതിന്റെ അകലത്തെ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോകണത്. അപ്പൊ അത്തരം സിസ്റ്റംസ്
നമ്മുടെ നാട്ടില് എക്സ്പെൻസീവ് ആയതുകൊണ്ട് സാധാരണ ഉപയോഗിക്കുന്നില്ല. കാരണം മാത്രമല്ല അതിന്റെ ഒരു ആവശ്യവും ഇല്ല. കാരണം അതിലൊക്കെ എത്രയോ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷൻ ഉള്ളത്. ഗൾഫിനെക്കാളൊക്കെ എത്രയോ ഒരുപാട് ചെലവ് കുറവാണ് എന്നുണർത്തി ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമല്ലോ. അസ്സലാമു അലൈക്കും. അടുത്ത മാസമായിട്ട് ഒരു വീട് പണി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അതിന്റെ പ്രധാനമായിട്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പാടത്താണ്. ഏകദേശം 2 മീറ്ററോളം താഴ്ത്തിയാലേ ഒരു ഉറപ്പുള്ള സ്ഥലം അവിടെ അവൈലബിൾ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെയാണ് ഒരു തറപ്പണി പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുക? 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്റെ മേലും താഴെയും കൂടിയിട്ടുള്ള വീടിന്റെ ഫ്ലോറിങ്, ഗ്രൗണ്ടും ഫസ്റ്റ് ഫ്ലോറും കൂടിയിട്ട് 2000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോ പാടത്ത് ആണ് എന്റെ സ്ഥലം ഉള്ളത്. 2 മീറ്ററോളം താഴ്ന്നാലേ അവിടെ ഉറപ്പുള്ള സ്ഥലം അവൈലബിൾ ഉള്ളൂ. അപ്പൊ അവിടെ എനിക്ക് എങ്ങനെ നല്ല രീതിയിൽ ഒരു തറപ്പണി സ്റ്റാർട്ട് ചെയ്യാം, അവസാനിപ്പിക്കാം, അതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണോ വരച്ചു വെച്ച പ്ലാൻ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വരച്ചു വെച്ച പ്ലാനിന്റെ അല്ലെങ്കിൽ ഇനി വരക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പ്ലാനിന്റെ ഒരു രൂപമാറ്റം മാത്രം ഞാൻ ഉണർത്തുകയാണ്. ആദ്യമേ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്രയാണോ ഉള്ളത് അതിന്റെ പകുതിയെ നിങ്ങൾ മേലേക്ക് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞാല് അതിന്റെ പുറത്തെ 4 ചുവരുകളും മേലേക്ക് ഡയറക്റ്റ് നിങ്ങൾ പൊക്കാൻ പാടില്ല. നിങ്ങൾ ഈ പറയപ്പെട്ട വയലിൽ ഇപ്പോൾ വെള്ളം ഉണ്ടോ ഇല്ലയോ? ഒന്നാമത്തെ ചോദ്യം. അതായത് ഈ സമയത്ത് വെള്ളം ഉണ്ടെന്നുള്ളത് അതും കൂടി അറിഞ്ഞതിന് ശേഷം അതിൽ നിങ്ങൾക്ക് എങ്ങനെ സ്ട്രെങ്ത് കൊടുക്കാം എന്നുള്ളൊരു ആൻസർ പറയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോ അവിടെ വെള്ളം വറ്റിയുള്ള സാഹചര്യമാണ്. ഇപ്പോ മാർച്ചിലാണ് ഞാൻ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ജനുവരി മുതൽ തന്നെ അവിടെ വെള്ളം വറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ വെള്ളത്തിന് പ്രശ്നം വരുന്നില്ല. വർഷക്കാലത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു 6 മാസത്തോളം വരണ്ട കാലാവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അടിയില് ഗ്രൗണ്ട് ഫ്ലോർ 1400 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. മുകൾ വശത്ത് ഏകദേശം ഒരു 600-700 അടുത്തേ വരുന്നുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പൊ അത് 4 ചുമരും കൂടെ അല്ലെങ്കിൽ 4 ചുമരിന്റെ, അതായത് ഏറ്റവും പുറത്ത് 4 ചുമരും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര വേഷമായി. കാരണം ചിലപ്പോ ഒക്കെ വീടിന്റെ ഒരു ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് ബാക്ക് ഭാഗം ഫുള്ള് കാലിയാക്കി ഇടുന്ന ഒരു സംവിധാനം ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാം, ഈ സംഭവത്തിൽ നമുക്ക് ഒഴിവാക്കാം. ഇത്തരം വയലുകൾക്ക് നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള പദ്ധതി എന്താണ്? അവിടെ ഏറ്റവും അടിഭാഗത്ത് നിങ്ങൾ ഫൗണ്ടേഷൻ ഒന്ന് ഇപ്പോൾ കീറണ്ട, ജസ്റ്റ് കല്ല് പതിക്കാൻ എന്നുള്ള സമയത്ത് സമാധാനത്തിന് നമ്മളെ പുല്ലൊക്കെ ചുറ്റി മാറ്റി വൃത്തിയാക്കിയിട്ട് അവിടെ ചെറിയൊരു അടി പോലെ പതിക്കാൻ വേണ്ടിയിട്ടുള്ള നിലക്ക് മാത്രം മാറ്റിയിട്ട് അവിടെ അടിയില്, ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വിഷമമാണ്, ഓപ്പോസിറ്റാ പറയാ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വിഷമം. ചെറിയ കല്ലുകൾ ആദ്യം അടിയിൽ നിരത്തുക. ചെറിയ കല്ലുകൾ ആദ്യം അടിയിൽ നിർത്താം. പക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വിഷമമാണ്. യഥാർത്ഥ ടെക്നിക്കൽ അതാണ്, ചെയ്യേണ്ടതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് റെയിൽവേന്റെ സ്ലീപ്പറിന്റെ ചോട്ടില് മിറ്റിൽ ഇട്ടിരിക്കുന്നത്, അല്ലേ? 1.5 ഇഞ്ച് മിറ്റിലിട്ടത്. കറക്റ്റ് അല്ലേ? നോക്കിക്കോ. അതേപോലെ വലിയ വലിയ ലോറികൾ പോകുന്ന, ടണ്ണ് കണക്കിന് ലോറികൾ പോകുന്ന ആ ടയറിന്റെ വെയിറ്റ് മുഴുവൻ ആ റോഡിൽ അവർ 4%-100% ഉറപ്പാണ്. ആ റോഡിന്റെ ഏറ്റവും അടിയും വളരെ ചെറിയ മിറ്റിലാണ്, 1.5 ഇഞ്ച് മിറ്റിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് അതേപോലെ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വലുപ്പമുള്ള, അല്ലെങ്കിൽ 2.5 ഇഞ്ചോ വലുപ്പമുള്ള 6 ഇഞ്ച് സോളിംഗ് ആയിക്കോട്ടെ, ആ സോളിംഗ് ഇടുക ഫസ്റ്റില്. ആ സോളിംഗ് ഇട്ട് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോറി വെക്കുന്ന സംഭവമുണ്ട്, ആ വാഹനം ഫുള്ള് ലെവൽ ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ 3 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അത് ഒരടി ഹൈറ്റിലേക്ക് പോയിട്ട് 3 രീതിയിലുള്ള കെട്ട് രണ്ടാമത് നേരെ വലിച്ചു വെക്കുക, 2 ഭാഗത്തുനിന്നും ഒരേപോലെ വലിച്ചു വെക്കുക, 2 അടി വെക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഹൈറ്റിലാണോ അത് പൊന്തിക്കേണ്ടത്, 2 മീറ്റർ 2 മീറ്റർ എങ്ങനെ എത്ര ഹൈറ്റിലാണോ തിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് വെള്ളം വരാത്ത രീതിയിൽ പൊന്തിക്കേണ്ടത്, അത്രയും ഹൈറ്റിൽ ഈ 2 അടി വലുപ്പത്തിൽ നിങ്ങൾക്ക് പൊന്തിച്ചു കൊണ്ടുപോവുക. സാധാരണ വീണ്ടും തറകെട്ടുന്ന പോലെ 1.5 അടി വലുപ്പത്തിൽ വീണ്ടും തറകെട്ടുക.
അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ലോഡ്, ബിൽഡിങ്ങിന്റെ ലോഡ് മൊത്തം ഭൂമിന്റെ ഭാഗത്തേക്ക് പോയി അതിന്റെ സെൻട്രൽ ഭാഗം മാത്രം കുറഞ്ഞ സ്ഥലത്താണ് അപ്സ്റ്റെയർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അപ്സ്റ്റെയറിൽ വരുന്ന 1200 സ്ക്വയർ ഫീറ്റിലേക്ക് വെയിറ്റ് വരുന്നത്, 1400 വെയിറ്റ് വരുന്നത് വെറും 600 അതുകൊണ്ട് തന്നെ എന്തില്ല, കട്ട് വരുന്നുണ്ടോ? കട്ട് വരുന്നുണ്ട്? എല്ലാവർക്കും ഉണ്ടോ കട്ട്? ശരി, ചില ആൾക്ക് കട്ടുണ്ടാവും, എനിക്കറിയാം. അതാ ഞാൻ ചോദിച്ചാൽ എല്ലാവർക്കും കട്ടുണ്ടാവുന്നു. അൽഹംദുലില്ലാ, അപ്പൊ നമ്മളെ ഐഡിയ ശരി തന്നെയാണ്. ചില ആൾക്ക് കട്ടുണ്ടാവും. അപ്പോ ഏതായാലും അപ്പൊ അങ്ങനെ ഒരു 600 സ്ക്വയർ ഫീറ്റും കൂടി ആകുമ്പോൾ എന്താവും, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒരു വിഷമവുമില്ലാതെ നിങ്ങൾക്ക് 2 നില ഉണ്ടാക്കാം. ധൈര്യസമേതം നിങ്ങൾ ചെയ്യുക മാത്രമേ വേണ്ടൂ. ഞാൻ പറഞ്ഞ ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റിലെ പോയിന്റ് ശരിക്കും നോട്ട് ചെയ്യണം. ആ നോട്ട് ചെയ്ത് സംഭവം ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വേറെ പല ആളുകളും പല അഭിപ്രായം പറയും നിങ്ങളോട്. കാരണം 100 അഭിപ്രായം അറിയില്ലാത്തവനാണ് ചിലപ്പോ ഉണ്ടാവുക. നമ്മൾ ഏത് സ്ഥലത്താണുള്ളതെന്ന് അറിയാൻ കഴിയില്ല. കാരണം ചില ആൾ പറയുകയാണെങ്കിൽ അമ്മയും തല്ലി 2 ഭാഗം കിട്ടില്ലേ, ഇത് അമ്മയും തല്ലി 2 അല്ല പറയും, ചിലപ്പോൾ 4 പറയും. ഇതൊന്ന്, ഇത് എന്റെ ലൈഫ് ഓഫ് അതിന്റെ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ വീട് ചെയ്തതും ഞാൻ ഇതേ രൂപത്തിലാണ്. ഇതേ രൂപത്തില് വെള്ളമുള്ള പാടത്താണ് ഞാൻ എന്റെ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇത് ഒരു വീടല്ല, പല വീടുകൾ ഞാൻ ഇതിനു മുമ്പും ഈ രൂപത്തില് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ, നിങ്ങൾ ഒരു നിലക്കും ഈ സംഭവത്തില് പേടിക്കാനേ പാടില്ല. കാരണം അടിയിലെ ചെറിയ കല്ല്, നിങ്ങൾ ചിന്തയ്ക്ക് ഒരു മാറ്റം പറഞ്ഞുതരാം. അടിയിലിടുന്ന ചെറിയ കല്ലുകള് ഇരിക്കുകയാണെങ്കിൽ അതിന്റെ എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തേക്കും ലോഡ് സ്പ്രെഡായിട്ട് ആ കല്ല് പൊട്ടുകയില്ല, അതിന്റെ അടുത്ത് തിങ്ങി വരും അടുത്ത കല്ലിലേക്ക്. അപ്പോ ഇത് അടിയിലേക്ക് ശരിക്കും ജാമാവുകയും ചെയ്യും. എന്തുണ്ടാവില്ല, ഇത് പൊട്ടുകയുമില്ല. വലിയ കല്ല് വെക്കുമ്പോൾ ലോഡ് എത്ര വരുന്നതനുസരിച്ച് അത് പൊട്ടാനുള്ള സാധ്യത ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് അടിയിൽ വലിയ കല്ല് വെക്കരുത് എന്ന് പറഞ്ഞതിന് കാരണം. അലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ ഒറ്റ അടിയെ അങ്ങനെ ചെറുത് കല്ല് കുറച്ചേ ഇടാൻ പാടുള്ളൂ, അല്ലാണ്ട് എന്താക്കാൻ പാടില്ല. ആ താഴത്തെ മുതൽ ഈ ഫുള്ള് ഒരടിയും ഈ ചെറിയ കുഞ്ഞിക്കല്ല് കെട്ടണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഏറ്റവും അടിയിൽ മാത്രം ഒരു ലെയർ നമ്മൾ പറഞ്ഞ 6 ഇഞ്ച് കല്ല് പോലത്തെ സോളിങ് കല്ല് ഉപയോഗിച്ച് ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോവുക. ബാക്കി അതിന്റെ മുകളിലേക്ക് നല്ല വലിയ കല്ല്, വലിപ്പമുള്ള കല്ലുകൾ നിങ്ങൾക്ക് വെക്കാം, കെട്ടാം, ഒരു പ്രശ്നവുമില്ല. അതിന് സീറ്റിംഗ് കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാക്കുക, കെട്ടിന്റെ കറക്റ്റ് ബോണ്ട് ആകണം. ബോണ്ട് ഇല്ലെങ്കിൽ കെട്ട് ഫെയിൽ ആവും. അപ്പൊ ആ ബോണ്ട് കൂടി നിങ്ങൾ കെട്ടിയാല്, കാരണം ഈ ബോണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് നേരത്തെ എടുത്തിരുന്നു. ബോണ്ട് എങ്ങനെ വേണം, അതിന്റെ ഏത് രൂപത്തിലാണ് ബോണ്ട് ഉണ്ടാക്കുക, എന്താണ് ബോണ്ട് എന്നൊക്കെയുള്ള നമ്മൾ ക്ലാസ് നമ്മൾ ഒരുപാട് വിശദീകരണം മറ്റു ക്ലാസ്സിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആളുകൾക്കൊക്കെ പരിചയമായി കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോളുന്നില്ല. ഏതായാലും അപ്പോ എല്ലാവർക്കും കൂടിയുള്ള ക്ലാസ് അല്ലേ, അപ്പൊ ഒരു ബോർ ഉണ്ടാവുന്നത് ശരിയല്ല എന്ന നിലക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാത്തത്, മറിച്ച് ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ ഇങ്ങനെയാണ് എന്ന് ഉണർത്തി ഞാൻ മയക്കൂടുന്നു. ഇനി ആർക്കെങ്കിലും വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ചോദ്യത്തിന്റെ കൂടെ ഇതും കൂടി ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഇൻഷാ അല്ലാ ബാക്കിയും കൂടെ വിശദീകരിക്കാവുന്നതാണ് എന്ന് ഉണർത്തി ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്കളുടെ ഇമെയിൽ അഡ്രസ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ പ്ലാന് ഞാൻ അയച്ചു തരാം. എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തന്നാൽ വലിയ ഉപകാരമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ തറപ്പണിയുടെ കാര്യത്തിൽ ചോദിക്കാനുള്ളത്, നമുക്ക് PCC ഉപയോഗിച്ചുകൂടെ? അത് റീഇൻഫോഴ്സ് നമ്മൾ മുകളിൽ ഉപയോഗിക്കും, നമുക്ക് താഴത്ത് PCC ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് ഗ്രാനൈറ്റ് കരിങ്കല്ലിട്ട് തറ പണി കൂടെ? അതെല്ലാം നന്നാവും. അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ഈ ഇമെയിൽ ID, ഫോൺ നമ്പർ മുതലായ സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക്കിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ നേതാക്കളുടെ നിർദ്ദേശം. അപ്പോൾ അതിനെ മാറി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ ഇന്നേ വരെ പ്രവർത്തിക്കാൻ എനിക്ക് ഇഷ്ടം ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ ഉസ്താദുമാരെന്നും പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വർത്താനമില്ല. അത് നമ്മള് ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉണ്ടാവും ഇൻഷാ അല്ലാ. നമ്മുടെ അബൂ റഫയായിട്ട് ബന്ധപ്പെട്ടാല് നമുക്ക് അതിന്റെ റെക്കോർഡ് നിങ്ങൾ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അത് തന്നെയാണ്, അബൂ റഫ അടുത്ത് ഇൻഷാ അല്ലാ അതിന്റെ റെക്കോർഡ് ഉണ്ടാകും എന്ന് ഓർത്തുന്നു. അപ്പൊ ഏതായാലും PCC ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അത് നിങ്ങൾക്ക് ചെലവ് വർദ്ധിക്കുമെന്നത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. നിങ്ങളെ വീടിന് അതിന്റെ ആവശ്യമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ സമയത്ത് പോലും വെള്ളമില്ലാത്ത വയലാണ് എന്നുണ്ടെങ്കിൽ ആ വയലില് ഈ PCCന്റെ ഒരു ആവശ്യം ഇല്ല. അപ്പൊ അതിന്റെ വിഷയം മനസ്സിലായോ, ഗൗരവം മനസ്സിലായോ? കാരണം അതിന്റെ മുകളിൽ പിന്നെ ബെൽറ്റ് വേണ്ടു.
ഏറ്റവും മുകളിൽ ടോപ്പിൽ ഒരു ബെൽറ്റ് കൊടുത്താൽ ഇഷ്ടം പോലെ സൗകര്യവും ഒക്കെയായി. അത് തന്നെ വേണ്ടു. അതുകൊണ്ടാണ് നിങ്ങൾ PCC കുറിച്ച് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞത്. ഈ PCC ഇടുകയാണ് എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന സംഭവം സെയിം ആണ്. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മെറ്റൽ ഉപയോഗിച്ച് നമ്മൾ അതിനെ സിമെന്റിന്റെ കൂടി ഇടിച്ച് അമർത്തുന്നു. അതാണ് അതിന്റെ മറ്റൊരു രൂപമാണ് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത് സോളിങ് ഉപയോഗിച്ച് നിങ്ങൾ അടിയിലിട്, അതിന്റെ മുകളിലേക്ക് നിങ്ങൾ വലിയ കട്ടിയിട്ട് കെട്ടിക്കോ എന്ന് പറഞ്ഞ സംഭവം ഒരേ സ്ട്രെങ്ത് ആണ്. മനസ്സിലായോ? കാരണം അല്ലാതെ വെള്ളത്തിന്റെ ആക്രമണമുള്ള സ്ഥലത്ത്, അതായത് തോട് പോലെ സ്ഥലങ്ങളാണ് നമുക്ക് അവിടെ നല്ല PCC ചെയ്യാൻ വേണം. അതിന് വേറെ ഫോഴ്സ്, 2 ഫോഴ്സാണ്. ഒന്ന് മേലിൽ നിന്ന് വരുന്ന ഫോഴ്സ്, 2 സൈഡിൽ നിന്ന് വരുന്ന ഫോഴ്സ്. ഈ 2 ഫോഴ്സിനെയും കൂടി ആക്ട് ചെയ്യുമ്പോൾ അടിയിലെ മണ്ണൊക്കെ ഒലിച്ചൊന്നിച്ചു പോകും. ഈ ഒലിച്ചു പോകുമ്പോൾ ചില ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഫെയിലിയർ സംഭവിക്കാം. ഈ സംഭവിക്കാതിരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? തോട് പോലുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോൾ അടിയിൽ ആദ്യം PCC ഹൈറ്റിലൊക്കെ ഇട്ടിട്ട് ചെയ്യണത്. അപ്പോൾ പല സ്ഥലങ്ങൾക്കും പല രൂപത്തിലും പല രീതിയിലുമാണ് ഈ ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഓർത്തുന്നു. അപ്പോ അത് അറിവുള്ള ആളുകളോട് നിങ്ങൾ നല്ലോണം ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരെ സൂപ്പർവൈസിങ് ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഷമീർ അല്ല, ഒരുപാട് അറിവുള്ള ആളുകൾ വേറെയും ഉണ്ട് എന്ന് നോക്കി ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. രണ്ട് നില വീടാണ്. ഒരു വർഷത്തിൽ കൂടുതലായി അതിന്റെ പണി കഴിഞ്ഞിട്ട്. 15ഓളം ഫില്ലറുകൾ ഉള്ള നല്ല സ്ട്രോങ്ങോടുകൂടി പണിത വീടാണ്. അതിന് ചെങ്കല്ല്, വെട്ടുകല്ല് വെച്ചാണ് അത് പണിതിരിക്കുന്നത്. പക്ഷെ അതിന്റെ പല സൈഡുകളിലും അതിന് വിള്ളല് വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലും അതിന്റെ ഹാളിലും ഒക്കെ മിക്ക സ്ഥലങ്ങളിലും വിള്ളലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സുഹൃത്തിനോട് ഒരിക്കൽ കൂടി മൈക്കെടുക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും എടുക്കണം എന്ന് എടുക്കാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കണം എന്നും കൂടെ ഉണർത്തുന്നു. കാരണം അതിന് ഒരു ചോദ്യം കൂടെ, 1-2 വിഷയം കൂടെ നമുക്ക് ഇതിന് ആൻസർ പറയുന്നതിന് മുൻപ് അറിയേണ്ടിയിരിക്കുന്നു. നിങ്ങളെ വീടിന് സ്ലാബിന് ലീക്ക് ഉണ്ടോ? മെയിൻ സ്ലാബിന് ലീക്ക് ഉണ്ടോ? ഈ തരം പൊട്ട്, വിള്ളല് മുതലായ കാണുന്നത് സൺഷെയ്ഡിന്റെ മേലേക്കാണോ താഴത്തേക്കാണോ? അതേപോലെ കോണി സ്റ്റെയർ റൂം ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ആ റൂമിന്റെ അടുത്താണോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അല്ലാതെ ഏത് ഭാഗത്ത് എങ്ങനെയാണ്? ഒന്ന് കറക്റ്റായി വിശദീകരിക്കണമെന്ന് ഉണർത്തുന്നു. തറയുടെ ഭാഗത്താണോ? തറയിൽ നിന്ന് എത്ര ഹൈറ്റ് പൊങ്ങിയിട്ടാണ് നിങ്ങൾ വിള്ളൽ കണ്ടത്? ഏത് രൂപത്തിലാണ് ഇതിന്റെ വിള്ളലിന്റെ ഷേപ്പ് ഇങ്ങനെ നീളത്തിൽ പൊട്ടിയിരിക്കണോ? ഇങ്ങനെ നേരെ താഴത്തേക്കാണോ അല്ലെ ചെരിഞ്ഞിട്ടാണോ എന്നുള്ളത്. കാരണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അതിന് എന്താണ് രോഗത്തിനെ കുറിച്ച് അറിഞ്ഞെങ്കിലേ നമുക്ക് മരുന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ എന്ത് വിള്ളൽ കണ്ടാലും അത് മുഴുവൻ ചന്ദ്രന്റെ ഉറപ്പ് പറഞ്ഞിട്ടല്ല എന്ന് ഉണർത്തുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ കൂടി മയക്കെടുത്ത് ഒന്നുകൂടി വിശദമായിട്ട് ആ വിഷയത്തെ കുറിച്ച് ഉണർത്താമെന്ന് ഉണർത്തി ഞാൻ മയക്കിടുന്നു. അസ്സലാമു അലൈക്കും. ചുവരിന്റെ പല ഭാഗത്തും വിള്ളല് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് വലിയ ഉള്ളില്ല, പക്ഷെ അത് നല്ല പാടുകൾ ഓരോ മൂലക്കും അതേപോലെ വളഞ്ഞു വലിയ പാടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് ഉള്ളില്ല. നമുക്കൊരു ഇത്ര സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടും പക്ഷെ നമുക്കൊരു ഒരു തൃപ്തിയാകുന്നില്ല. പക്ഷെ പല സ്ഥലത്തും വിള്ളു, പക്ഷെ എവിടെയും ചോർച്ചയില്ല. സ്റ്റെയറിന്റെ അവിടെ അങ്ങനെ ചോർച്ചകളൊന്നും ഇല്ല, പക്ഷെ പല സ്ഥലത്തും വിണ്ടു കാണുന്നു. ഏകദേശം 15ഓളം പില്ലറുകൾ ഉണ്ട്. എന്നിട്ട് ഈ വിള്ളല് വരുന്ന എന്താണെന്ന് അറിയില്ല. നമ്മള് ധാരാളം നനക്കുകയും ഒരാഴ്ചയോളം തേച്ച് കഴിഞ്ഞ് ഒരാഴ്ചയോളം നനക്കുകയും അതുപോലെ നമ്മളെല്ലാം ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും ഈ വിള്ളല് വരാൻ കാരണം ജനലിന്റെ സൈഡിലും അതേപോലെ വിള്ളലുകൾ കാണുന്നു. സാർ നല്ലൊരു മറുപടി തരണമെന്ന് പ്രതീക്ഷിക്കുന്നു.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് ഒരു കാരണം ഒന്നാമത്തെ കാരണം, നിങ്ങൾ വീട് വെച്ച് ചില മിക്കവാറും അടുത്ത കാലങ്ങൾ കൂടി തേച്ചിട്ടുണ്ടാവും. മിനിമം ഒരു വർഷമെങ്കിലും നിങ്ങൾ വീട് വെച്ച് അവിടെ ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ തേപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ വിള്ളലിന്റെ എണ്ണം കുറയും. ഈ വിള്ളലിന് നിങ്ങൾ പറഞ്ഞ ഒരു കാരണം, ഇതിന്റെ ഒരു പ്രധാന കാരണം, വെട്ടുകല്ലിന് ചൂട് സ്വീകരിക്കാനും അന്തരീക്ഷം തണുക്കുമ്പോൾ അതിന് പെട്ടെന്ന് തണുക്കാനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തില്ല, ഈ ചൂടാകുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്ന ആ അവസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന സിമെന്റിന്റെ അനുപാതത്തിൽ വരുന്ന വിഷയം കൂടെ കൂടി കണക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചുമരുകളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. ചെറിയത് അതിന് പറയാ ക്രാക്ക്, എന്താണ് പറയാ, ഹെയർ ക്രാക്ക് എന്നാണ് ഇതിന് പറയാ. ഈ ഹെയർ ക്രാക്ക് എന്നുള്ള സംഭവം അത് ബിൽഡിങ്ങിന്റെ ഫെയിലിയർ അല്ല. നിങ്ങൾ അതുകൊണ്ട് ഒരു നിലക്കും അതിനെ പേടിക്കേണ്ടതില്ല. ഈ ഹെയർ ക്രാക്കിന് നെക്സ്റ്റ് പെയിന്റിങ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ഫില്ല് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആ ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് നാട്ടിലെ ഒരുപാട് കമ്പനികളുടെ ഈ ക്രാക്ക് ഫില്ലറുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല അനുയോജ്യമായ കമ്പനികളെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ അതുകൊണ്ടില്ല നിങ്ങൾ ആ വിഷയം വെച്ചിട്ട് പുതിയ വീടിന് നിങ്ങൾ ബേജാറാവണ്ട. ഒരു കാരണം, മിക്കവാറും പെട്ടെന്ന് തന്നെ തേപ്പ് കഴിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് എത്ര നമ്മൾ തേപ്പ് കഴിക്കുന്നോ, വാർപ്പ് കഴിഞ്ഞ ശേഷം നമ്മൾ എത്ര സ്പീഡ് തേപ്പ് കഴിക്കുന്നോ അത്ര സ്പീഡിൽ വിള്ളലുണ്ടാവും, അല്ലെങ്കിൽ എത്ര എണ്ണക്കണക്കിന് വിള്ളലുണ്ടാവും. അതിന്റെ ഒരു സ്വഭാവ രീതിയാണ്. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞാൽ 3, 4, 5 വർഷമോ കഴിഞ്ഞിട്ടാണ് തേക്കണമെങ്കിൽ വിള്ളലുകൾ വളരെ കുറവായിരിക്കും. കാരണം സെറ്റാവാനുള്ള സെറ്റായിട്ടുണ്ടാവും, അതിന്റെ ഇരിക്കാനുള്ള ഇരുന്നിട്ടുണ്ടാവും, മറ്റേ ഒരുപാട് അതിന്റെ ഈർപ്പത്തിന്റെ അവസ്ഥ മൊത്തം വലിഞ്ഞു പോയിട്ടുണ്ടാവും. രണ്ടാമത് ശേഷം വീണ്ടും നമ്മൾ ഇതാക്കിയാണ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തമായ ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, ഏതൊക്കെ അതിന്റെ കാരണങ്ങൾ എന്നൊക്കെ വളരെയധികം നോട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് ക്ലാസ്സുകൾക്ക് മറ്റ് ആളുകൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് അത് ഒരു ആവർത്തന നിരസത കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ വിശദീകരിക്കാതെ അവസാനിപ്പിക്കുകയാണ് എന്ന് ഓർത്തുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ വിഷയത്തിൽ ബേജാറാവണ്ട ഒന്നുകൊണ്ടും എന്ന് ഓർത്തി ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഴിഞ്ഞ വീടും കഴിഞ്ഞ് വെച്ചിട്ട് പണിയാക്കിയുള്ളത്. നിലമ്പണിക്ക് എന്ത് യൂസ് ചെയ്യാനാ നല്ലത്? മാർബിളോ ഗ്രാനൈറ്റോ ടൈലാണോ, ഏതാ നല്ലത്? അടിയിൽ ഉപയോഗിക്കും. ഹലോ, എന്താണ് ശുക്ർ അല്ലേ? അദ്ദേഹത്തിന്റെ മൈക്ക് നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല സുഹൃത്ത്. നിങ്ങള് ഇടയിലിടയിലാണ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പിന്നെ നമ്മുടെ ഷമീം സാഹിബിനെ ഒന്ന് PM ചെയ്തിട്ട് ആ വിഷയം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഷമീർ സാഹിബിന്റെ ID-യിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് PM ചെയ്ത് ചോദിച്ചാൽ മതി. നിങ്ങൾ മൈക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അവസരം കൂടി ഒരു നഷ്ടപ്പെടുത്തുന്ന ഒരു അവസരമാണുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ എന്റെ വീടിന്റെ ഒരു സംശയം ചോദിക്കാനാണ്. വീട് മറ്റേ ഈ കന്നിമൂല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ കന്നിമൂല പറഞ്ഞ സംഭവം, അപ്പൊ അതിന്റെ എന്താണ്, കക്കൂസിന്റെ കുഴി വീടിന്റെ പടിഞ്ഞാറ് തെക്ക് ആ മൂലയിലായിട്ടാണ്. അപ്പോ അത് മാറ്റേണ്ടതുണ്ടോ, എന്താ നമ്മളെ മതത്തിന്റെ കാഴ്ചപ്പാടില്ലേ എന്താണ് എന്നറിയാൻ വേണ്ടി, പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ എന്റെ മാന്യ സുഹൃത്ത് അദ്ദേഹം ആദ്യമായിട്ടാണ് കൈക്കെടുത്തത് നമുക്ക് മനസ്സിലായി. അപ്പോ ഈ നമ്മള് കേൾക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കുന്ന വെച്ചാല് ഇവിടെ ആ ടൈം ലൈൻ ഇങ്ങനെ കാണാം, നീളത്തിലാണ് പോണത്. അപ്പൊ ആണ് സംഭവം കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടാവും സാധാരണ ആളുകള്. അപ്പൊ ഏതായാലും നിങ്ങളെ ചോദ്യം കന്നിമൂല എന്ന സാധനം ഉണ്ടോ എന്നുള്ളതാണ്. അതില്ലെങ്കിൽ പിന്നെ ആളുകൾ ഉണ്ട് എന്ന് പറയില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ
ഒരാള് ചോറ് തിന്നണം എന്നുണ്ടെങ്കിൽ അവന്റെ കൈ കഴുകണം നിർബന്ധമുണ്ടോ? ഇല്ല, നിർബന്ധമൊന്നുമില്ല. കൈ കഴിക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല, വേണമെങ്കിൽ കൈ കഴുകിയാൽ മതി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ല എതിർപ്പുണ്ടെങ്കിൽ കന്നിമൂല നോക്കിയാൽ മതി. കക്കൂസ് അവിടെ വെക്കണോണ്ട് ഞമ്മക്കൊരു അതിർപ്പ് കേടും ഇല്ല. നമുക്കൊരു അഭിപ്രായങ്ങളുമില്ല. നിങ്ങൾ എന്ത് ചെയ്തതിനും അവിടെ നമുക്കൊരു അഭിപ്രായങ്ങളുമില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം വിഷയങ്ങളൊക്കെ നോക്കുക, അത് വേണ്ടിയ അറിവുള്ള ആളുകളോട് ചോദിക്കുക. അത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്ക് ഒരു അറിവും ഇല്ല. നമ്മൾ അറിവിന്റെ കാര്യത്തില് ഈ തത്വശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറെ അറിവുകൾ നമ്മൾക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ മാന്യ സുഹൃത്ത് അറിവുള്ള ആളുകളോട് അത്തരം വിഷയങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഞാൻ ഇത്രേ പറയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വെക്കാം, വേണ്ടേ വെക്കാതിരിക്കാം എന്നുള്ളതല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിൽക്കുള്ള അറിവ് പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തില്ല, അത്തരം ആൻസറുകളൊന്നും എന്നോട് ചോദിക്കണ്ട എന്ന് നിർത്തി ഞാൻ മയക്കൂടുന്നു. ബിൽഡിംഗ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഉറപ്പ്, അവരുടെ ബലം, അതിന്റെ വേറെ വിഷയങ്ങളൊക്കെ ഒരു 100,000 കൂട്ടം പ്രശ്നങ്ങൾ ഈ നമ്മൾ ഒരു നിർമ്മിണി ഉണ്ടാക്കാൻ വരുന്നുണ്ട്. അതിന് നിങ്ങൾ ഏത് വിഷയം ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. പക്ഷെ മറിച്ച് ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾക്ക് അറിവില്ലാത്തവരാണ്. അപ്പൊ എന്ത് ചെയ്യുക, അറിവാക്കന്മാരോട് ചോദിച്ചു കൊള്ളുവീര്. ഒരു സംശയം കൂടിയാണ്, അതുകൂടി കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞു എന്ന് പറയാം. അതായത് പാടത്തുള്ള എന്റെ തറപ്പണി അത് ഉറപ്പ് വരുന്ന കിട്ടണമെങ്കിൽ 2 മീറ്ററോളം താഴണം. അത് വരെ മാന്തിയിട്ട് വേണോ നമുക്ക് കരിങ്കല് നിറച്ചിട്ട് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ? അതുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങളോട് നേരത്തെ ആ വിഷയം വേണ്ട എന്നുള്ള ആൻസർ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഏതോ ഒരു ഭാഗത്ത് കേൾക്കാതെ പോയത് കൊണ്ടാണ് ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ നമ്മൾ എന്ത് കാര്യം കേൾക്കുമ്പോഴും അതിന്റെ എല്ലാ ഭാഗവും കേട്ട് മനസ്സിലാക്കണം. ഒരു ഭാഗം മാത്രം നമ്മൾ കേൾക്കാൻ പാടില്ല. ഈ കേട്ടാൽ തന്നെ രണ്ടാമത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്നും കൂടെ മനസ്സിലാക്കാൻ പാകത്തിന് ചോദിച്ച് അറിവുള്ള അറിവാക്കന്മാരോട് ചോദിക്കണം. അല്ലാതെ ഏതെങ്കിലും മുറി വൈദ്യന്മാരോട് ചോദിച്ചിട്ട് നിങ്ങൾ വിഷയം കൈകാര്യം ദീനിലും ചെയ്യാൻ പാടില്ല, ദുനിയാവിലും ചെയ്യാൻ പാടില്ല എന്ന് ഓർത്തുന്നു. അപ്പൊ ഏതായാലും നിങ്ങൾ ഉണ്ടാക്കുന്ന വീടിന് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഉറപ്പുകൾ അതിന് ആവശ്യമേ ഉള്ളൂ. അതിൽ ഏറെ നിങ്ങൾക്ക് ഉറപ്പ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ലർ ഇടാം. അതേപോലെ മറ്റ് ഒരുപാട് രീതിയിലുള്ള ഉറപ്പ് കൂടുന്ന പല ഫൗണ്ടേഷനുകളും നാട്ടിൽ ലഭ്യമാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല സ്ട്രക്ചർ എഞ്ചിനീയറെ കൊണ്ടുവന്ന് അതിനെ സോയിൽ ടെസ്റ്റ് ചെയ്ത് എന്നതിന് ശേഷം അതിന്റെ സ്ട്രെങ്ത്, സോയിലിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ ഏത് രൂപത്തിലാണോ ഡിസൈൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള പറ്റുകയും ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾ സംശയിക്കണ്ട. അപ്പൊ ഇത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ചെലവ് കുറച്ച് സിമ്പിൾ ആയിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞു തന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് എന്ന് വെച്ചിട്ട് ഇത് അവസാനത്തെ ഐഡിയ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും പാടില്ല. മറിച്ച് അതിലും നല്ല ഒരുപാട് ഐഡിയകൾ വേറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ള അറിവാക്കന്മാരോട് ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന് ഉണർത്തുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എത്ര ഉണ്ടോ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉറപ്പ് കൂട്ടാം എന്നാണ് അതിന്റെ യഥാർത്ഥമായ ഒരു വസ്തുത എന്നുണർത്തി ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. പുതിയ ഒരാള് വന്നതായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. റൂമിൽ പുതിയ ആള് വന്നതായിരുന്നു. അപ്പൊ ആള് SGവിൽ മൈക്ക് എടുക്കണം. അപ്പൊ ക്ലാസ് റൂമില് വീട് മാറ്റി സംശയം ഉണ്ട്, അത് ചോദിക്കണം പറഞ്ഞാണ്ട് എടുത്തതായിരുന്നു. അപ്പൊ മൂപ്പര സംശയം ഇത്തരത്തിലുള്ളതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം: വീടിന്റെ നിലംപണി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള മാർഗം ഏതാണ്? അസ്സലാമു അലൈക്കും. അപ്പൊ എന്റെ മാനസുഖത്തിനോട് ചോദ്യം, ഞാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ പരിപാടി ചെയ്തു തന്നാല് നിങ്ങൾ ഐഡിയ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ, അനുസരിക്കോ? ആയിക്കോ, നമ്മൾ ഏറ്റവും ചെലവ് കുറഞ്ഞ ചെയ്തു തന്ന അനുസരിക്ക. ഞാൻ പറയേ, അപ്പൊ നിങ്ങൾ പറയരുത് അത് ആകാൻ പറ്റൂല, ഞങ്ങൾക്ക് ടൈൽസോ മാർബിളോ ഗ്രാനൈറ്റ് ഏതും വേണം, അത് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാ.
ഇല്ല. എന്നാൽ ഏറ്റവും ചെലവ് കുറവും ഏറ്റവും ഉപയോഗിക്കാൻ സുഖവും ഒരു തരത്തിലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് മഡ് ഫ്ലോറിംഗ്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല വലിയ ഫ്ലോറിംഗ് ആണെന്ന്. മഡ് ഫ്ലോറിംഗ്, അതാണ് മണ്ണ് കൊണ്ട് ഫ്ലോർ വൃത്തിയാക്കുക. ഏറ്റവും ചെലവ് കുറവാണ്, വളരെയേറെ വൃത്തിയാണ്, ഉപയോഗിക്കാൻ സുഖവുമാണ്. നമ്മുടെ വീടിന്റെ മൂല കൂടെ ഒന്നുമില്ല, ഒരു നിലക്ക് ഒരു സാധനം ഉണ്ടാവില്ല. മറ്റ് നമ്മളൊരു വീടുണ്ടാക്കിയാല് പറഞ്ഞുതരാം, വീട് നമ്മൾ ടൈൽസോ മാർബിളൊക്കെ ഇട്ട് വീടുണ്ടാക്കി, എന്നിട്ട് കട്ടിലോ അലമാരിയൊക്കെ വലിച്ചിടും. വലിച്ചിട്ട് ആ കാലാകാലം അതിന്റെ അടി നോക്കാൻ പിന്നെ കഴിയൂല. ആ മാതിരി വൃത്തികൾ മുഴുവനായി നിറച്ചു വെച്ചെന്ന് മാത്രല്ല, അതുകൊണ്ട് നമ്മൾ ഇടങ്ങേറ് എനക്കിടാവും. അപ്പോ ഏറ്റവും സുഖമുള്ള സംഭവം അതാണ്. ഏതായാലും നമ്മുടെ സുഹൃത്ത് ചോദിച്ച ചോദ്യം എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ചെലവ് കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് ഇപ്പോഴത്തെ അന്തരീക്ഷം അനുസരിച്ച് ടൈൽസ് ആണ്. ടൈൽസ് പല വിലയിലും ലഭ്യമാണ് നമ്മൾക്ക്. അതിനനുസരിച്ച് അതായത് ഗ്രാനൈറ്റിലേറെ വിലയുള്ള ടൈൽസും ഉണ്ട്, വളരെ വില കുറഞ്ഞ ടൈൽസുകളും ഉണ്ട്. ശ്രദ്ധിക്കേണ്ട സംഭവം, വലിപ്പം കൂടുന്നതനുസരിച്ച് വില കൂടിക്കൊണ്ടേയിരിക്കും, വലിപ്പം കുറയുന്നതനുസരിച്ച് വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ടൈൽസിന്റെ ഒരു പ്രത്യേകത. അത് തന്നെ ഗ്രാനൈറ്റും മാർബിളും ഒക്കെ. സ്ലാബിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഈ ഗ്രാനൈറ്റ് ഒക്കെ വില കൂടും, ടൈൽസ് ആണ് മാർബിൾ എന്താണെങ്കിലും ഏതായിട്ടാണെങ്കിലും അതിനൊക്കെ വില കൂടും. വലിപ്പം കുറയുന്നതനുസരിച്ച് വിലയും കുറയും. അതേപോലെ നല്ല കമ്പനികൾ നോക്കി വാങ്ങുക. അത്രയും ചെറിയ ചെറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് കൂളായിട്ട് ഒരു ഇക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് നോക്കുന്നു. പിന്നെ അതേപോലെയാണ് തറയോട് എന്ന് പറയുന്ന സംഭവം വാങ്ങാൻ കിട്ടും. അത് ടൈൽസിനേക്കാളും വില കുറവാണ്, ഉപയോഗിക്കാൻ വളരെ സുഖമാണ്. അത് മഡ് ഫ്ലോറിംഗ് പോലെ തന്നെ ഒരു വേറെ രീതിയിലുള്ള സാധനമാണ്. വെച്ചാല് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്ന സംഭവമാണ് തറയോട്. അത് പോളിഷ് ചെയ്ത് നല്ല കാവിയിട്ട രൂപം തന്നെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാല്. ആ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഫ്ലോറിംഗ് സിസ്റ്റംസ് ആണ് എന്ന് ഉണർത്തി ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ തറയോടിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ചോദിക്കാവുന്നതാണ് എന്ന് ഓർക്കുന്നു. കാരണം നമ്മൾ ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയി കഴിഞ്ഞിട്ട് പറയണത് എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ ഈ വീടിന്റെ പടവൊക്കെ തുടങ്ങുമ്പോ തന്നെ വാതില് ജനല് എന്നൊക്കെ വെക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പടവൊക്കെ കഴിഞ്ഞതിന് ശേഷം വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്? അതിൽ എങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്കറിയ ചെയ്യുന്നു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ പറയാനുണ്ടായതിന് കാരണം, ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ അതിന് പല ആളുകളും പല രൂപത്തിലും അഭിപ്രായം വേറെയും ഉള്ളത് കൊണ്ട് ആണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം. ഏതായാലും അങ്ങനെ പറഞ്ഞാല് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾക്ക് വെക്കുന്നത് രണ്ടാമത് ജനൽ വെക്കുകയാണ് ഏറ്റവും എളുപ്പം. അതിന് കാരണം, നമ്മൾ മഴക്കാലത്താണ് നമ്മൾ ഈ ജനല് വാതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ആ മഴ മുഴുവൻ ഈ ജനലും വാതിൽ കൊള്ളുകയും അതിൽ മുഴുവൻ ചെയ്യുകയും ചെലവ് വരും. വെയിലിനാണ് നമ്മൾ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും, ഈ മരം വിള്ളാനും അതിന്റെ ജോയിന്റ് അകലാനും മറ്റു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും അത് ഉപയോഗിക്കാനും ഒക്കെ വരും. അതേപോലെ തന്നെ അതിൽ ആണി അടിക്കും. അങ്ങനെ ഒരു 100,000 കൂട്ടം പ്രശ്നങ്ങൾ എന്തുണ്ട് ഈ സംഭവത്തിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാനം വെച്ചാല്, പിന്നെ ഇത് വെക്കുന്ന സമയത്ത് ഈ നമ്മുടെ പണിക്കാര്, നാട്ടിലുള്ള പണിക്കാർ, ഇനി ഏത് ആളുകളായിക്കോട്ടെ, ഏത് നാട്ടുകാരനായാലും ഇനി മറുനാട്ടുകാരനായാലും ആരാണെങ്കിലും, അത് വെച്ച് കഴിയുമ്പോൾ ചിലപ്പോ ചിലത് അങ്ങോട്ട് ഒന്നും മറിഞ്ഞ് ഒന്നും കൂടെ നിൽക്കും. അപ്പൊ അത് ഡിൻഡിലടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഏറെയാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താക്കാൻ പറ്റില്ല, നമ്മൾക്കതിന് അപ്പോ ക്ലാമ്പൊക്കെ കൊടുത്താലും ഈ സംഭവമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു പോയിട്ടുണ്ടാവും. ഇഞ്ച് കണക്കിന് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ തേപ്പൊക്കെ ഒരുപാട് കൂടും. ഇത്തരം സംഭവത്തിനൊക്കെ നമ്മൾക്ക് നല്ലൊരു പരിധി വരെ ഒഴിവാക്കാം. മാത്രമല്ല ഈ ജനലും ഡോറും അതിന് ആവശ്യമായ ഉറപ്പ് നമ്മൾ ഇത് ഇതിന്റെ വാർത്തത്തിന് ശേഷം വെച്ചാലും ഉണ്ടാകും. അതിന്റെ നല്ല നേരായ രീതിയിൽ അതിന് ക്ലാമ്പിങ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു ജനലിന് ഒരു 4 ക്ലാമ്പും ഒരു വാതിലിന് മിനിമം 4 അല്ലെങ്കിൽ 6 ക്ലാമ്പോ വെച്ചാല് ആവശ്യവും അതിലേറെയും ആയി.
അത് നല്ല സ്ട്രെങ്ത്തിലാണ് വെച്ചതെങ്കിൽ ഈ ക്ലാമ്പ് കൊണ്ട് തന്നെ നമുക്ക് കാലാകാലം ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ ഈ ഒരു സംഭവം തന്നെ വേണ്ടുള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ വെച്ച് ഈ മരം മുഴുവൻ വെറുതെ വൃത്തികേടാക്കി, മാത്രമല്ല പോളിഷൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയൊരു പൈസയാവും, നല്ലൊരു പൈസയാവും. ഈ പോളിഷൊക്കെ ചെയ്ത് ഇതിന്റെ ഗ്യാപ്പൊക്കെ ഫുള്ള് സിമെന്റൊക്കെ പോക്കി അടച്ച് തൂത്ത് വാരി വൃത്തിയാക്കി അത് പേപ്പറൊക്കെ ഇട്ട് വരുമ്പോൾ വലിയൊരു സംഭവം എമൗണ്ട് ആവും. അതിനൊക്കെ നമുക്ക് എന്താ ചെയ്യാം, വലിയൊരു രക്ഷ ഈ സംഭവം കൊണ്ട് പിന്നീട് വെക്കുമ്പോൾ ഉണ്ടാകും എന്ന് ഉണർത്തുന്നു, മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, വീട് പണി തേപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന വീടാണ് എന്റേത്. പക്ഷെ ഇനി വാതിലിന്റെ ജനലിന്റെ ഒക്കെ പണിയുള്ളത്, അതിനെ പറ്റി എന്നറിയാൻ വേണ്ടിട്ടാ. അതിന് മരല്ലാതെ ഫൈബറിന്റെ അതേമാതിരി എന്തെങ്കിലും പുതിയ സംവിധാനം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ നമ്മളെ ഇനി ആരും റൈസാൻഡ് ചെയ്യരുത്. നമ്മളെ റൈസാൻഡ് ചെയ്ത നമ്മുടെ എന്താ അനീസ് ബാബു അല്ലെ, അനീസ് ബാബു, അവർക്കും കൂടെ ചോദിക്കാനുള്ള അവസരം നമ്മൾക്ക് ഇനിയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താക്കാം, ഇനി വിശാലമായിട്ട് ഇതിലും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, നല്ല ദമ്മുള്ള ചോദ്യങ്ങള്. ചില ആൾക്കാർ ഇങ്ങനെ വസ്വാസം ചോദിക്കാൻ കേട്ടില്ലേ, 2 മിനിറ്റ് തന്നെ തയ്യണോ, ഇനി ഞാൻ കേട്ടിട്ടില്ല, ഇനി പകുതിയെ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വലിയ വസ്വാസില്, അത് ഈ വസ്വാസ് ഉള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോ അതൊക്കെയുള്ള നല്ല ദമ്മുള്ള നല്ല രസകരപരമായ ചോദ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലും അതിന്റെ ഉത്തരങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇനി ആരും റൈസാൻഡ് ചെയ്യരുത് എന്ന് കൂടെ ഉണർത്തുന്നു. അപ്പൊ ഏതായാലും നമ്മുടെ മാനസുഹൃത്തിന്റെ ചോദ്യം, ഇത്തരം ചോദ്യക്കാരെയൊക്കെ നമുക്ക് ആവശ്യം. കാരണം ഇന്നത്തെ മാർക്കറ്റിലെ വില അനുസരിച്ച് ഇരുവൂൾ എന്ന് പറയുന്ന മലേഷ്യൻ ഇരുവൂളിന്, ആ ഇരുവൂളിന് പേരും വിലയാണ് ഇപ്പം. ഇതിന്റെ വില ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പറഞ്ഞാൽ എന്താക്കും, ചിലപ്പോ പിന്നെ ഏതെങ്കിലും നാട്ടിൽ 10 രൂപ കുറവുണ്ടെങ്കിൽ അതും കൂടെ ഷമീർ അങ്ങനെ മയക്ക് പറഞ്ഞതുകൊണ്ട് നമുക്ക് നാളെ ഇവിടെ കൂട്ടാന്ന്. അങ്ങനെ തന്നെ ഇവിടെ കച്ചവടക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. എവിടെങ്കിലും കൂടിയെന്ന് കേട്ടാൽ മതി, എവിടെങ്കിലും ഒന്ന് കൂടിയെന്ന് കേട്ടാൽ പിന്നെ ഇങ്ങനെ ഭാഗത്തും കൂട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാരണക്കാരൻ ഞാൻ ആവുന്നില്ല എന്ന് വെച്ചിട്ടാണ് അത് പറയാത്തത്. അപ്പൊ ഏതായാലും അത്തരം പേരും വിലയുള്ള മരമൊക്കെ വാങ്ങിയിട്ട് ഇത് വെക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഫാബ്രിക്കേഷൻ കൊണ്ട് നമുക്ക് ചെയ്യാം. സിമെന്റ് കൊണ്ട് കട്ടിലുണ്ടാക്കാം. അതിൽ പ്രത്യേകിച്ച് കട്ടിലുണ്ടാക്കുമ്പോൾ സിമെന്റ് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി അഥവാ സിമെന്റ് വെച്ച് എന്നുണ്ടെങ്കിൽ അതിന് നവാ പാന് സെന്ററിൽ ഇടുന്ന രീതിയിലുള്ള ഡോറേ ഉണ്ടാക്കാൻ പാടുള്ളൂ. വെയിറ്റ് കൂടിയ ഡോർ ഉണ്ടാക്കിയാൽ ആ ഡോറ് നമുക്ക് പണിയാവും. അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയ ഡോറുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമെന്റിന്റെ കട്ടില എല്ലാം വെക്കണുണ്ട്, ഒരു കുഴപ്പമില്ല. അതേപോലെ സിമെന്റിന്റെ ജനലിക്ക് അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഡോറ് ജനലിന്റെ ഗ്ലാസ് ഇട്ടാല് എന്തിന്റെ കാലാകാലം അതിന് ഒരു റുപ്പിയുടെ പെയിന്റ് പോലും അടിക്കണ്ട, ഒരു മെയിൻ്റനൻസ് ചാർജും ഇല്ല. സാധാരണ മരത്തിനേക്കാളും 200 രൂപ കുറവാണ് ഒരു പുളിക്ക്. ചൊറുക്ക് ലേശം ഒരു കുറവുണ്ടാവുന്നുള്ളൂ, എന്നാൽ ആവശ്യത്തിന് ഒരു കുറവും ഒരു പ്രശ്നവും ഇല്ല. അപ്പോ ഫാബ്രിക്കേഷൻ ഉപയോഗിക്കാം. അതേപോലെ സ്റ്റീലുണ്ട്, സ്റ്റീലിന്റെ ഡോറ് അതുപോലെ ജനലൊക്കെ ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. അത് സാധാരണ നമുക്ക് തുറക്കുന്ന പോലെ തുറക്കുകയോ അടയ്ക്കുകയോ ഒക്കെ ചെയ്യാം, ആ രൂപത്തിലുള്ളതാണ്. അതും വില കുറവാണ്. അതേപോലെ സ്റ്റീലിന്റെ കട്ടിലടക്കം വരുന്ന മെയിൻ ഡോറുകളുണ്ട്. 1 മീറ്ററോ ഇനി 1.10 ഇനി എത്രയാണോ നമ്മുടെ ഓപ്പണിങ്, ആ ഓപ്പണിങ് കൊടുത്താൽ ആ ഓപ്പണിങ് അനുസരിച്ച് ഉണ്ടാക്കി വരുന്ന ഡോറുകൾ ഉണ്ട്. കാരണം അതൊരു 15 രൂപ വരെ വിലയിൽ മരവും അതിന്റെ പണിക്കൂലി അടക്കം നല്ല രസമുള്ള നല്ല മോഡലായ സംഭവങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിലിറ്റി ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഭയങ്കര നല്ല സ്ട്രോങ് ആണ് അത്. കാരണം ഫുള്ള് എന്ത് ചെയ്യണത്, അത് നേരെ ഡയറക്റ്റ് സ്ക്രൂ ചെയ്യാണ് ചെയ്യണത്. ഫുള്ള് 5, 8, 10, 15 സ്ക്രൂ ഉണ്ടാവും വാളിലേക്ക്. കറക്റ്റ് ഡയറക്റ്റ് ഫുള്ള് അതിന് പ്ലഗ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാണ്. ആ സ്ക്രൂ ചെയ്തിട്ട് ആ സ്ക്രൂ പിന്നെ ഒന്നും കാണുന്നില്ല, ഒരു ഭാഗത്തും കാണില്ല. അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള സാധനങ്ങൾ നാട്ടിൽ അവൈലബിലിറ്റി ആണ്. അപ്പൊ ഇതിന് നമ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം നിങ്ങൾ. അതൊക്കെ എന്താ പറയുക, അതൊക്കെ തരല് നമ്മൾ ആ കമ്പനിക്കാരുടെ പരസ്യമാവില്ലേ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് മോശമല്ലേ ആ സംഭവം. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പബ്ലിക്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ പറയാനെടുക്കാനൊക്കെ വിഷമമാണ്. അതുകൊണ്ട് ഞാൻ ഇത് കമ്പനിയുടെ പേരോ ആളറിയായിട്ടോ നാടുകളിലുള്ളത് അറിയായിട്ടോ ഒന്നല്ല, മറിച്ച് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ചെറിയൊരു അന്വേഷണം ഇതിനൊക്കെ വലിയൊരു വഴിത്തിരിവായി മാറും. ചിലപ്പോ എനിക്കറിയാത്ത നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ കഴിയും.
നിങ്ങൾ അന്വേഷിക്കണം. അപ്പൊ കുറച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ബാക്കി നിങ്ങൾക്ക് അറിവ് കിട്ടും. അങ്ങനെയാണല്ലോ സ്കൂളിൽ പോയിട്ട് നമ്മൾ പഠിക്കണതല്ലല്ലോ പിന്നീട് ജീവിതത്തിൽ ബാക്കി ഉണ്ടാവണത് അല്ല. കോഴിക്കോട് ഉണ്ട്, മഞ്ചേരി ഉണ്ട്, മലപ്പുറത്തുണ്ട്, ഒക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലും ഈ സാധനം ഉണ്ട്, അവൈലബിലിറ്റി ആണ്, മാർക്കറ്റിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. 2, 3, 4, 5, 6 ബ്രാൻഡ് കമ്പനി തന്നെ ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ ലേശം അന്വേഷിക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ എനിക്കും അറിവ് കിട്ടും. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ ഇന്ന കമ്പനി ഇന്ന ഗുണം മറ്റേ ഇന്ന ഗുണം ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അപ്പോ ആ അറിവുകൾ നിങ്ങളെ പോലുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കും. അറിവിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് നമ്മളല്ലാതെ ഞാൻ പറയാറില്ലേ, എപ്പോഴും പറയാറുണ്ട്. എന്ന് പറഞ്ഞ ആ സംഭവം നിങ്ങൾക്കും അറിയാൻ കഴിയും എന്നുണർത്തി അതിന്റെ സാധ്യതകളെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു തന്ന്. മാത്രമല്ല ഈ നമ്മളിപ്പോ ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വലിയ വലിയ ആൻസറുകൾ നീണ്ട രീതിയിൽ എങ്ങനെയാണ് ഇതിന് വെക്കുക, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ, ഏതൊക്കെ രൂപത്തിൽ വെക്കണം എന്നൊക്കെ നമ്മൾ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവശ്യമാണെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയും വിശദീകരിക്കും എന്ന് നിർത്തി മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഒരു റേഡിയോ ശ്രോതാവ് ചോദിക്കാൻ പറഞ്ഞ ഒരു സംശയം. ഒരു വീടിന്റെ തറ ഇട്ടിട്ടുണ്ട്, അതിന് 6 പൊട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ അതിന് മുകളിൽ വീടെടുക്കാൻ പറ്റുമോ എന്നില്ല എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ചോദിക്കാൻ വേണ്ടി പറയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ഈ 6 പൊട്ടുണ്ടായത് എന്താണ് ഇതിന്റെ കാരണം എന്ന് എനിക്കറിയില്ല. ഒന്ന്, ആ പൊട്ടിന്റെ വലിപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ തറ ഉണ്ടാക്കി കുറെ കാലം കഴിഞ്ഞിട്ടാണ് അതിന് ഈ സംഭവം ഉണ്ടെങ്കിൽ ചിലപ്പോ അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ട് കാണാൻ സാധ്യത ഉണ്ട്. നേരത്തെ പറഞ്ഞ അത്തരം വിള്ളലുകളും ഭൂമിയിൽ അടിയിലുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകാം. ആ ഉള്ളത് കൊണ്ട് ആ തറ ഒഴിവാക്കണം എന്നില്ല. പക്ഷെ മറിച്ച് അത് എന്താണെന്ന് വ്യക്തമായിട്ട് കാണാതെ പറയാൻ പറ്റുകയില്ല. ചെറിയ ചെറിയ വിള്ളലാണെങ്കിൽ, അതായത് ഒരു സെന്റിമീറ്റർ ഒക്കെ വലിപ്പം വരെയുള്ള വിള്ളലാണെങ്കിൽ നിൽക്കുന്നില്ല, സാധാരണ നിലക്ക് പേടിക്കണം എന്നില്ല. അതിന്റെ സാഹചര്യം കൂടി കണക്കെടുക്കണം. അതിന്റെ എങ്ങനെയാണ് മണ്ണ് നിൽക്കുന്നത്, മണ്ണിന്റെ അവസ്ഥ എന്താണ്, സൈഡിൽ കൂടെ എന്താ ഉള്ളത് എന്നൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ട് ഇതിന് ഉറപ്പുണ്ടോ എന്ന് നിശ്ചയിക്കുക. അപ്പൊ അത് ഏതെങ്കിലും ഒരു അറിവുള്ള ആളെ നിങ്ങൾ കൊണ്ടുപോയി കാണിച്ച് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ അതിന് ശ്രമിക്കാൻ പാടുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അത് ഇത്തരത്തിലാണ്. കാരണം നിങ്ങൾ എടുത്ത പണി മുഴുവൻ പിന്നെടുക്കണ്ടേ. അപ്പൊ അതൊക്കെ വിഷമങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് അവിടെ പൊട്ടും പിള്ളലൊക്കെ ഉണ്ടാവാം. അയി ഉണ്ടാവുന്നത് കൊണ്ട് തറയുടെ ഉറപ്പ് കുറവ് അല്ല എന്ന് ഉണർത്തുന്നു. അപ്പോ നമ്മുടെ മൈക്ക് വിടാൻ സമയമായി ഇൻഷാ അല്ലാഹ്. അപ്പോ നിങ്ങൾ എല്ലാവരും, എന്റെ സുഹൃത്തുക്കള് എല്ലാവരും എന്ത് ചെയ്യണം, എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഉൾപ്പെടുത്തണം എന്ന് നിർത്തി ഞാൻ മയക്കൂടുന്നു. നിങ്ങൾക്കും ഉൾപ്പെടുത്തുന്നതാണ് എന്നും കൂടെ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.